ചെയ്യുന്ന നമ്മുടെ ശ്രീ OS സതീഷ് ജി. യൂട്യൂബിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സനാതന ധർമ്മ പാഠശാലയുടെ പ്രോഗ്രാമുകളിൽ ഒരുപാട് തവണ ശ്രീ സതീഷ് ചേട്ടൻ വന്നിട്ടുണ്ട്. തൃശ്ശൂർ സ്വദേശിയാണ്, കൊടകരയിലാണ് അദ്ദേഹത്തിന്റെ ദേശം. അദ്ദേഹം വളരെ കാലമായി നമ്മുടെ സനാതന ധർമ്മ പാഠശാലയോടൊക്കെ വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. വാത്മീകി രാമായണമായാലും അതുപോലെ തന്നെ പ്രഹ്ലാദന്റെ ചരിതമായാലും അതുപോലെ തന്നെ മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ വിഷയങ്ങളെല്ലാം എടുത്തുകൊണ്ട് വളരെ വിശദമായി അദ്ദേഹം പഠനം നടത്തി പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു വിഷയത്തെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കണം എന്നതിനെ കുറിച്ച് വളരെ ഗഹനമായി ആഴത്തിൽ പഠിക്കുകയും അത് നന്നായി പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നു. വളരെ കാലം അദ്ദേഹം സംഘത്തിന്റെ പ്രചാരകനായി ജീവിച്ചു. പിന്നീട് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിന്റെ മാനേജരായിരുന്നു. അതോടൊപ്പം തന്നെ പാരന്റിങ് വിഷയങ്ങളിൽ കേരളത്തിലുടനീളം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കാൻ എന്തുകൊണ്ടും വളരെ യോഗ്യനും പ്രാപ്തനുമായ ഒരു വ്യക്തിത്വമാണ് ശ്രീ സതീഷ് ജി. സതീഷ് ജി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു വിഷയം നമ്മൾ ആനുകാലികമായി എടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് ഈ പ്രഭാഷണത്തോടെ നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്ത ഒരു അമ്മയുടെയും ഒരു കുട്ടിയുടെയും വിഷയം നമ്മൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അച്ഛനമ്മമാർ കുട്ടികൾ അച്ഛനമ്മമാരെയും പരസ്പരം കുറ്റം പറയുന്ന ഈ ഒരു കാലത്ത് മക്കളെ എങ്ങനെ വളർത്തണം, മക്കളെ എങ്ങനെ ശാസിക്കണം, മക്കളെ എപ്പോൾ ശാസിക്കണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം എന്നുള്ള വിഷയങ്ങളെയൊക്കെ ഒരു അവബോധം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്കും ഈ ഒരു കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ ആവശ്യമാണ്. നമ്മൾ പരസ്പരം കുറ്റം പറയാൻ എളുപ്പമാണ്, മറ്റുള്ളവരെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്. മറിച്ച് നമ്മുടെ കഴിവുകൾ എത്രയാണ്, നമ്മുടെ കഴിവുകേടുകൾ എത്രയാണ്, നമ്മുടെ പോരായ്മകൾ എത്രയാണെന്ന് തിരിച്ചറിയുന്നത് വളരെ വിരളമാണ്. അഥവാ അറിഞ്ഞാൽ തന്നെ പലരും അതിനെ സമ്മതിക്കാറുമില്ല. എന്തായാലും സതീഷ് ചേട്ടന്റെ നിരീക്ഷണങ്ങളിലൂടെ, സതീഷ് ചേട്ടന്റെ വാക്കുകളിലൂടെ നമുക്ക് ഈ ഒരു ക്ലാസ് എല്ലാവർക്കുമായി സമർപ്പിക്കാം. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ശ്രീ OS സതീഷ് ജിയെ സനാതന ധർമ്മ പാഠശാലയുടെ പ്രബോധയുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാ സഹോദരന്മാരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സമയം കളയുന്നില്ല. സതീഷ് ചേട്ടനെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാഷണം തീരുമ്പോഴേക്കും നമ്മുടെ രാജേഷ് ജി കൂടി എത്തിച്ചേരും. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് സതീഷ് ചേട്ടനിലേക്ക് നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആരംഭിക്കാം അല്ലേ സുരേഷ് ചേട്ടാ? തുടങ്ങാം. അപ്പൊ ഇതൊരു അഭ്യർത്ഥന, എനിക്കിപ്പോ ആകെ ചേട്ടനെ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇനി അത് വെച്ച് എവിടെയും പോയോ? തീർച്ചയായും എല്ലാവരും ഒന്ന് പല ജോലികൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക, ആരും സംസാരിക്കണ്ട. ഓക്കെ, തൽക്കാലം എല്ലാവരും ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ് സതീശന്റെ പ്രഭാഷണം കഴിയുന്നത് വരെ. ശരി, ആരംഭിക്കാം സതീശൻ. ശരി. വളരെ വർഷങ്ങളായി സനാതന ധർമ്മം അത് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തി ഈ ധർമ്മത്തിന്റെ അടിസ്ഥാനമായ നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങളെ പഠിച്ചും പഠിപ്പിച്ചുമൊക്കെ കേരളത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സനാതന ധർമ്മ പാഠശാല എന്നുള്ളത്. വിവിധ ഉപസംഘടനകളും ഉപവിഭാഗങ്ങളുമൊക്കെയായി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം സുന്ദരമായി നടന്നു പോകുന്നത്. അപ്പോ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ചുമതലയുള്ള ശ്രീ രാജേഷേട്ടൻ, എനിക്ക് എൻ്റെ ജ്യേഷ്ഠതുല്യനായ ശ്രീ സുരേഷേട്ടൻ, മറ്റ് അതിൻ്റെ ചുമതലയുള്ള മുഴുവൻ
ശ്രേഷ്ഠരായ വളരെ ബഹുമാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും സസ്നേഹമായ നമസ്കാരം. എൻ്റെ മനസ്സിൽ വാൽമീകി രാമായണമാണ് എനിക്ക് ഏറ്റവും കുറച്ച് പരിചയമുള്ള, കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു ഗ്രന്ഥം. അപ്പൊ അതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ വിഷയത്തെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. ഇപ്പോ 8:40 അപ്പൊ ഒരു 45 മിനിറ്റ് സമയം വിഷയത്തെ അവതരിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണെങ്കിൽ ആ കാര്യങ്ങളാവാം. ഏതായാലും വിഷയത്തെ എല്ലാവരുടെ മുന്നിലും അവതരിപ്പിക്കട്ടെ. സ്നേഹപൂർവം മാതാപിതാക്കളോട്, അച്ഛനമ്മമാരോട് സംസാരിക്കുക എന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ട് ജീവിതത്തിൽ എന്നത് വേറെ കാര്യം. എന്നാലും നമ്മളെല്ലാവരും ജനിച്ച ചില സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, അവര് നമ്മളെ വളർത്തിയെടുത്ത രീതി, നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കളെയും വളർത്തുക. ചുരുക്കി പറഞ്ഞാൽ പഴയ കാലത്ത് നമ്മുടെ വീടുകളെല്ലാം, എന്നെ കേൾക്കുന്നതിൽ അധികം പേരും ഒരു 30 വയസ്സിന് 40 വയസ്സിന് ഒക്കെ പ്രായമുള്ളവരാണ്. അങ്ങനെയുള്ള നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ ജനിച്ചു വീണ ആ കാലം തൊട്ട് നമ്മുടെ വീട്ടിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ എല്ലാ വീടുകളും ഫാദർ സെന്റേഡ് ഫാമിലിയാണ്. അച്ഛനാണ് കേന്ദ്ര ബിന്ദു. അച്ഛനെ കേന്ദ്രീകരിച്ച് അമ്മയും മക്കളുമാകുന്ന ഉപഗ്രഹങ്ങളെല്ലാം ആ ഗ്രഹത്തെ ചുറ്റി അങ്ങനെ മുന്നോട്ട് പോകും. അച്ഛനായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ സർവ ഉപദേശങ്ങളും നമുക്ക് തന്നിരുന്നത് അച്ഛനാണ്. അച്ഛൻ ഇൻഫോർമേഷൻ നമുക്ക് തരിക. അച്ഛൻ കടയിലൊക്കെ പോയി തിരിച്ചു വന്ന് നാളെ ഹർത്താലാണെന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയ വിവരം കിട്ടും. നാളെ ഹർത്താലാണ്, അപ്പൊ നാളെ അവധിയാണ് എന്നൊക്കെ നമ്മൾ പരസ്പരം പറയും. അച്ഛനാണ് നമ്മളെ പ്രകൃതിയെ, ചെടികളെ, മരങ്ങളെ, വൃക്ഷലതാദികളെ എല്ലാം പരിചയപ്പെടുത്ത അച്ഛനാണ്. നമ്മൾ ചെറുളയും മുക്കുറ്റിയും മുത്തങ്ങയും എല്ലാം നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതെല്ലാം അച്ഛനിലൂടെയാണ് പലതും അറിഞ്ഞത്. ഒരു പേരയ്ക്ക കണ്ടാൽ ആ പേരയ്ക്ക നഖം അമർത്തി നോക്കിയാൽ അത് മൂത്തതാണോ എന്നറിയാം എന്നൊക്കെ അച്ഛനാണ് പഠിപ്പിച്ചത്. അങ്ങനെ അച്ഛനിലൂടെയാണ് നമ്മൾ വളർന്നു വന്നത്. അച്ഛനെ കേന്ദ്രീകരിച്ചാണ് വീട് നിലനിന്നിരുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളെല്ലാം ഫാദർ സെന്റേഡ് ഫാമിലിയാണ്. അപ്പോ ഞാൻ വളർന്ന സാഹചര്യത്തിൽ, നമ്മളെല്ലാം വളർന്ന സാഹചര്യത്തിൽ അച്ഛൻ തന്നെയായിരുന്നു വീടിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത്. അച്ഛനാണ് എൻ്റെ ഇൻഫോർമർ, എനിക്കെല്ലാം തന്നത്. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു പോയി. നമ്മൾ വലുതായി, നമുക്ക് മക്കളായി, അവർക്ക് മക്കളായി. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയം പഴയ കാലത്ത് നമ്മുടെ അച്ഛൻ നമ്മളിൽ സ്വാധീനം ചെലുത്തിയതുപോലെ, പഴയ കാലത്തെ ഒരച്ഛൻ നമുക്ക് ഇൻഫോർമേഷൻ തന്നതുപോലെ, പഴയ കാലത്ത് ഒരച്ഛൻ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലത്ത് ഒരച്ഛന് കുഞ്ഞുങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ടോ? ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അമ്മയെ കൂടി കൂട്ടി വെക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഇൻഫോർമേഷൻ കൊടുക്കുന്നത്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നത് സത്യത്തിൽ ഇന്ന് അച്ഛന് അമ്മയ്ക്ക് എത്ര സ്വാധീനമുണ്ട്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം എപ്പോഴും. കാരണം നമ്മൾ പറയുന്നത് ഞങ്ങളുടെ അച്ഛനെ ബഹുമാനിച്ചിരുന്നു, ഞങ്ങളുടെ അച്ഛൻ വരുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നിരുന്നു, അച്ഛനോട് ഞങ്ങൾ കയർത്ത് പറഞ്ഞിരുന്നില്ല. ഇല്ല, നമ്മൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അച്ഛനും അമ്മയുമാണ്. എന്നാൽ ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അച്ഛനും അമ്മയുമാണോ? അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുവെങ്കിൽ, അവർക്ക് വേണ്ട ഇൻഫോർമേഷൻ കൊടുക്കുന്നുവെങ്കിൽ ശരിയാണ്, നമ്മൾ പറഞ്ഞാൽ അവർ തീർച്ചയായും അനുസരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളിൽ സ്വാധീനം ഉണ്ടോ? ഇത് നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.
കാരണം നമ്മൾ പഴയ കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും വളർത്തിയ അതേ സ്റ്റൈല് വെച്ച് നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ വളർത്തിയാൽ സ്വാഭാവികമായൊരു സംഘർഷം ഉണ്ടാവില്ലേ? കാരണം നമുക്ക് അത്ര കണ്ട് സ്വാധീനം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇല്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അന്നത്തെ അച്ഛൻ വളർത്തിയ അതേ സ്റ്റൈൽ അനുസരിച്ച് ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പി വളർത്തുമ്പോൾ സ്വാഭാവികമായും സംഘർഷം ഉണ്ടാകും. അതുകൊണ്ട് ഇന്നൊരു ശരാശരി വീടെന്ന് പറയുന്നത് സംഘർഷമാണ്. അച്ഛനും മകളും മിണ്ടില്ല, അമ്മയും മകളും തല്ലാണ്. അപ്പോൾ മക്കൾ പറയുന്നു, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്, ഞങ്ങൾ ചെയ്യുന്നതാണ് ശരി, നിങ്ങളൊക്കെ ഏതോ യുഗത്തിൽ ജീവിച്ചിരുന്നവരാണ്, നിങ്ങൾ ഇന്നത്തെ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിൽ നിന്ന് ചുരുങ്ങിയത് ഒരു 2 തലമുറയ്ക്ക് അത്ര അകലത്തിൽ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വർത്തമാനകാല സാഹചര്യം എന്നുള്ളത്. ഇതിനിടയിലാണ് നമ്മുടെ പാരന്റിങ് വരണത്. ഞാൻ ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ആകെ പ്രശ്നങ്ങളാണ്. നോക്കൂ, നമ്മൾ ഒരിക്കലും ഒരു പാരന്റ് എന്ന നിലയിൽ നമ്മളൊരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇന്നത്തെ കാലത്ത് നിന്നുകൊണ്ട് ചില വിചാരങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതിലൊന്ന്, ഒരു നല്ല പാരന്റ്, ഒരു നല്ല അച്ഛൻ, നല്ല അമ്മ, ഇത്രയാണ് നമ്മുടെ ആവശ്യമുള്ളൂ. നമ്മളൊരു നല്ല അമ്മയും നല്ല അച്ഛനുമാകുന്നത് എപ്പോഴാണ്? നമ്മുടെ കുഞ്ഞ് 10ാം ക്ലാസ്സിൽ A+ വാങ്ങി, നമ്മൾ നല്ല പാരന്റ് ആയോ? നമ്മുടെ കുഞ്ഞിന് +2-ൽ ഫുൾ A+ കിട്ടി, നമ്മൾ നല്ല പാരന്റ് ആണോ? നമ്മുടെ കുഞ്ഞ് നല്ല ജോലി കിട്ടി, 1.5 ലക്ഷം രൂപയാണ് ശമ്പളം, ഏതാണ്ട് ആ ജീവിതത്തിൽ ഒരു സുരക്ഷിതമൊക്കെ ആയി, നമ്മൾ നല്ലൊരു പാരന്റ് ആണോ? നമ്മുടെ കുഞ്ഞ് സിവിൽ സർവീസ് വിജയിച്ചു, അപ്പോൾ ഞാനൊരു നല്ല പാരന്റ് ആണോ? നമ്മുടെ കുഞ്ഞ് 10ാം ക്ലാസ് തോറ്റു, നമ്മളൊരു മോശം പാരന്റ് ആണോ? നമ്മുടെ കുഞ്ഞ് മദ്യപിക്കുന്നു, നമ്മുടെ കുഞ്ഞ് ചില ലഹരി ഒക്കെ ഉപയോഗിക്കുന്നു, നമ്മുടെ കുഞ്ഞിനൊരു ജോലിയുമില്ല, നമ്മുടെ കുഞ്ഞ് സർവ്വ മേഖലയിലും പരാജയപ്പെട്ടു, അപ്പൊ ഞാനൊരു മോശം പാരന്റ് ആണോ? ഇവിടെ നമ്മൾ നല്ല പോലെ ആലോചിക്കണം. കാരണം കുഞ്ഞുങ്ങളുടെ വിജയത്തിനും കുഞ്ഞുങ്ങളുടെ പരാജയത്തിനും അനുസരിച്ചല്ല നമ്മൾ നല്ല പാരന്റ് ആവുന്നത്. കുഞ്ഞുങ്ങൾ വിജയിച്ചാൽ നമ്മൾ നല്ല പാരന്റ്, കുഞ്ഞുങ്ങൾ തോറ്റാൽ നമ്മൾ മോശം പാരന്റ്. കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടിയാൽ നമ്മൾ നല്ല പാരന്റ്. ഒരിക്കലും അല്ല. നമ്മൾ ഒരിക്കലും നമ്മൾ നല്ല പാരന്റ് ആകുന്നതും നമ്മൾ മോശം പാരന്റ് ആകുന്നതും 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ച് ഒരിക്കലുമല്ല നമ്മുടെ നല്ലതും ചീത്തയും ഒക്കെ വിലയിരുത്തേണ്ടത്. ഇപ്പൊ എത്രയോ നല്ല സിവിൽ സർവീസ് ജോലി ചെയ്യുന്നവർക്ക് എത്ര മോശം കുഞ്ഞുങ്ങളുണ്ട്. എത്രയോ നല്ല ഡോക്ടർമാരായി ലോകത്ത് നല്ല സേവനം ചെയ്യുന്നവരുടെ മക്കൾ എത്ര കുറ്റകൃത്യങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. ഏറ്റവും നല്ലൊരു അധ്യാപകന്റെ മക്കൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളത്തരം ചെയ്യുന്ന തെമ്മാടിയായ ഒരാളായി മാറുന്നുണ്ട്. ഏറ്റവും മോശം കുടിച്ച് ലക്ക് കെട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ മകൻ ആ ഗ്രാമത്തിൽ ഏറ്റവും നല്ല വിദ്യാസമ്പന്നനായി സമൂഹത്തെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല. നമ്മൾ ഒരിക്കലും മക്കളെ കേന്ദ്രീകരിച്ച് നമ്മൾ നല്ലത് ചീത്ത എന്ന് നമ്മൾ ഒരിക്കലും ഒരു തീരുമാനത്തിൽ എത്തരുത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല പാരന്റ് ആവുന്നത്? നമ്മൾ നല്ല പാരന്റ് ആകാൻ 2 കാര്യം ജീവിതത്തിൽ ചെയ്യണം. ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ നല്ല പാരന്റ് ആണ്. നമ്മുടെ ധർമ്മം ഏറ്റവും നന്നായി നമ്മൾ ചെയ്തു. ഇനി ഒന്നും നമ്മുടെ കയ്യിലല്ല. ഓരോ ജീവിതവും പൂർവജന്മത്താൽ വന്നു ചേരുന്ന പ്രാരബ്ധത്തിന്റെ ഭാഗമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് ഉപദേശിച്ച് നേരെയാക്കി കളയാമെന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും ചിന്തിക്കരുത്. മറിച്ച് നമ്മൾ 2 കാര്യം ചെയ്യണം. നമ്മൾ ഈ 2 കാര്യം ഏറ്റവും വൃത്തിയായി ഭംഗിയായി ചെയ്താൽ നമ്മൾ നല്ല പാരന്റ് ആയി. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. അതൊരിക്കലും കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ചല്ല എന്ന് മനസ്സിലാക്കും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ എഴുതൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ആ കാര്യം നിങ്ങളൊന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ കുഞ്ഞുങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്,
ഇങ്ങനെയാകരുത്, അങ്ങനെയാകരുത്, അതുപോലെ ആകരുത്, ഇതുപോലെ ആകരുത്, ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതിയാൽ ഒരു 25-30 കാര്യങ്ങൾ നമ്മൾ എഴുതും. ഈ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യരുത്. ഇതാണ് ഒന്നാമത്തെ. ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിന്റെ കാര്യത്തിൽ, അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ, അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ മക്കൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കുഞ്ഞുങ്ങൾ നാമം ജപിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളത് ചെയ്യണം. കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൂടുതലാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ നിൽക്കരുത്. നമ്മൾ ആ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണം. നമ്മുടെ കാര്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മക്കൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ രണ്ട് കാര്യം ഭംഗിയായി നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പാരന്റാണ്. ഇതാണ് നല്ല പാരന്റിന്റെ ലക്ഷണം. അല്ലാതെ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജയപരാജയങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒരിക്കലും നമ്മളെ വിലയിരുത്തരുത്, മറ്റൊരാളെയും വിലയിരുത്തരുത്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. പറഞ്ഞത് രണ്ട് കാര്യമാണ്. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമുക്ക് കിട്ടിയ പാരന്റിങ്ങിനനുസരിച്ച് നമ്മൾ പഴയ ആ സ്റ്റൈൽ അനുസരിച്ച് പുതിയ കാലത്തിലെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. സ്വാഭാവികമായി സംഘർഷം ഉണ്ടാകുന്നു. നമ്മുടെ അച്ഛന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനം പോലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല. അവന് ഇൻഫോർമേഷൻ കൊടുക്കുന്ന നമ്മളല്ല, നമ്മുടെ അച്ഛനായിരുന്നു നമുക്ക് തന്നത്. പക്ഷെ അവൻ ഇൻഫോർമേഷൻ കിട്ടാൻ ഇന്ന് ധാരാളം മേഖലകളുണ്ട്. അവന്റെ വിരൽത്തമ്പിൽ തന്നെ ലോകത്തിലെ സർവ്വ അറിവുകളും പതിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിലും അവന് ആ ഇൻഫോർമേഷനും അറിവുകളും ലോകവും അവൻ പരിചയപ്പെടും. അപ്പോൾ നമ്മുടെ അച്ഛന്റെ സ്വാധീനം പോലെ നമുക്ക് സ്വാധീനം അവന് ചെലുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അനുഭവത്തിലുള്ള പാരന്റിങ് വെച്ച് നമ്മൾ കുഞ്ഞുങ്ങളുമായി സംവദിച്ചാൽ വീട്ടിൽ സംഘർഷം ഉണ്ടാകും. ആ ഒരു കാര്യത്തിൽ അപ്പോൾ പാരന്റിങ് എന്നത് ഓരോ കാലത്തിനനുസരിച്ചും മാറ്റങ്ങൾ ഉണ്ടാകും. അതിൽ നമ്മൾ ഒരു നല്ല പാരന്റ് ആകാൻ രണ്ട് കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങളും മനസ്സിലുണ്ടാവണം. ഇത് ഇപ്പൊ കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല, കാരണം ആരും കാണാനില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താണ് മുഖഭാവം പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ തിരക്കിലാന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലുമൊക്കെ 2-3 പേരെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്നത് അവിടെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പൊ ഏതായാലും ഈ കാര്യം കേട്ടു എന്ന് വിചാരിക്കുന്നു. കേട്ടോ? എല്ലാവരെയും മ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രതികരിക്കില്ലേ? മ്യൂട്ട് ചെയ്തുകൊണ്ട് പ്രതികരിക്കും. കേട്ടു സാറേ, കേട്ടു. ഒരു സംതൃപ്തി എന്ന് പറയുന്നത് നല്ല മുഖങ്ങളല്ലേ നമുക്കൊരു മനസ്സിലായി എന്ന് തോന്നുക. അപ്പൊ എന്തായാലും പറയട്ടെ, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റേഞ്ച് ആവുന്നുണ്ട്, ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്, നെറ്റിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഞാൻ പറയുന്നതിലാണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇടയ്ക്ക് ബ്രേക്ക്. ഇപ്പൊ ഓക്കെ, ചില സമയത്ത് ബ്രേക്ക്. ശരി ശരി ശരി. എന്തെങ്കിലും ഒന്ന് പറയണേ, കാരണം എനിക്കത് ആരും കാണാത്തത് കൊണ്ട് എനിക്കും അറിയണില്ല ഞാൻ പറയുന്നത് അവിടെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, തുടർന്നോളൂ, കുഴപ്പമില്ല. ശരി ശരി ശരി. മൂന്നാമത്തെ കാര്യം പറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകത, അവരെപ്പോഴും
കണ്ടും കേട്ടും വളരുന്നവരാണ്, എഴുതിയും വായിച്ചും വളരുന്നവരല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണോ അത് നമ്മൾ ചെയ്യണം എന്നാണല്ലോ. എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണലെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വീട്ടിലുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നോക്കൂ, ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നതിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞവരൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ അമ്മയും അച്ഛനും കിടക്കുന്നതേ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കിടക്കാൻ പോകുമ്പോൾ അവര് രണ്ടുപേരും അടുക്കളയിൽ ഇരുന്നോ ഉമ്മറത്ത് ഇരുന്നോ അല്ലെങ്കിൽ പിൻഭാഗത്ത് അവിടെ ഇരുന്നൊക്കെ സംസാരിക്കുകയായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും അവരതേ സംഭാഷണം അതേ സ്ഥലത്തിരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അവർ സംസാരിക്കുകയാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, എന്റെ അമ്മയും അച്ഛൻ കിടക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒന്ന്, കുഞ്ഞുങ്ങളായതുകൊണ്ട് കുഞ്ഞുങ്ങളെ നേരത്തെ കിടത്തി ഉറക്കുക എന്നുള്ള ബാലപാഠം അവർ ചെയ്യുമായിരുന്നു. രണ്ട്, എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അമ്മയും അച്ഛനും അവർ ഉറങ്ങുന്നേ ഇല്ല. അവരെപ്പോഴും എന്നെ പറ്റി ചിന്തിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊരു തോന്നൽ അവരുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും കിടക്കുന്നതേ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർ രണ്ടുപേരും വീടിനെ കുറിച്ച് മക്കളെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ച് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും കണ്ടും കേട്ടുമാണ് അവർ കാര്യത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ എഴുതിയും വായിച്ചും ബുദ്ധിപരമല്ല അവരുടെ എല്ലാ സംസ്കാരത്തിന്റെ അടിസ്ഥാനവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? രാവിലെ ഉണരുന്ന കാര്യത്തിൽ, എഴുന്നേറ്റാൽ കുളിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു ചന്ദനക്കുറിയോ ഭസ്മമോ വരയ്ക്കുന്ന കാര്യത്തിൽ, നമ്മുടെ തിരുനാമങ്ങൾ ജപിക്കുന്ന കാര്യത്തിൽ, നാമജപത്തിന്റെ കാര്യത്തിൽ, സുന്ദരമായ നമ്മുടെ സംഭാഷണത്തിന്റെ കാര്യത്തിൽ, ഇങ്ങനെ നമ്മുടെ വസ്ത്രം, ഭക്ഷണം, പെരുമാറ്റം, വൃത്തി, നമ്മുടെ മുറി, നമ്മുടെ റൂമുകൾ അത് വൃത്തിയാക്കി വെക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ കാണുന്നുണ്ടോ? സ്വാഭാവികമായും കണ്ട് 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 വളരുന്ന ഒരു കുഞ്ഞ്, ഇപ്പൊ നോക്കൂ, ഞാനൊരു സ്കൂളില് കുട്ടികൾ ടീച്ചേഴ്സിനോട് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷം മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ ഇടയ്ക്ക്. അപ്പൊ അതിലൊരു LKG ക്ലാസ്സിലെ ഒരു ടീച്ചർ പറഞ്ഞു, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവം, ആ ക്ലാസ്സിലെ LKGയിൽ ആ വർഷം പുതുതായി ചേർന്ന ഒരു കുഞ്ഞ്, അവൻ വലിയ വികൃതിയാണ്, ഒരു രക്ഷയുമില്ല, അവനൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. അപ്പൊ ടീച്ചർക്കും ദേഷ്യം വന്നു തുടങ്ങി, തൊട്ടടുത്തുള്ള കുട്ടികൾക്കും ശല്യമായി. പക്ഷെ അന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മ ഓടിക്കിടച്ചാണ് സ്കൂളിലേക്ക് വന്നത്. എന്നിട്ട് ഈ ക്ലാസ് മുറിയുടെ വാതിൽക്കൽ നിന്ന് ടീച്ചറെ വിളിച്ചു. ടീച്ചർ ചെന്നു, ടീച്ചറോട് പറഞ്ഞു, ഞാൻ ഇന്ന കുഞ്ഞിന്റെ അമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അത് പറയാൻ സമയം കൊടുക്കുന്നതിന് മുൻപ് ഈ അമ്മ ഉടനെ തന്നെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ടീച്ചർക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എൻ്റെ മകൻ അത് വലിയ വികൃതിയാണ്, അവനൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, അവൻ വലിയ പ്രശ്നക്കാരനാണ്. അവനാണെങ്കിൽ മറ്റുള്ളവരെപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടും, ചില വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ അതുകൊണ്ട് അവനോട് വിരോധമൊന്നും ടീച്ചർക്ക് തോന്നരുത്, അവൻ അങ്ങനെയാണ്, ടീച്ചറെ ക്ഷമിക്കണേ എന്നൊക്കെ ഈ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർക്ക് ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ഇനി ഉള്ളിലുള്ളതൊന്നും പറയണ്ട, ഇവന്റെ ശല്യത്തെ കുറിച്ചൊന്നും പറയണ്ട എന്ന് ടീച്ചറും തീരുമാനിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാനവനെ ശ്രദ്ധിച്ചോളാം, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഈ അമ്മയും ടീച്ചറും സംസാരിക്കുന്ന ആ വാതിൽക്കലാണ് ഇവരുടെ കുഞ്ഞ് ആ ക്ലാസ്സിൽ ഏതാണ്ട് ഒരു 20-30 മീറ്റർ ആ ക്ലാസ് മുറിയുടെ അങ്ങേറ്റത്താണ് ഇരിക്കുന്നത്. ഏതായാലും ക്ലാസ് തുടങ്ങി. ഈ അമ്മ പോയി. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഈ കുഞ്ഞ് വീണ്ടും വികൃതി തന്നെ വികൃതി. ഓരോ തരം വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, തൊട്ടടുത്ത കുഞ്ഞുങ്ങളെ തല്ലുന്നു. ടീച്ചർക്കും ദേഷ്യം വന്നു. ടീച്ചർ ഉടനെ ഒരു ചെറിയ വടിയെടുത്ത് അവൻ ഇരിക്കുന്ന മേശയുടെ മുകളിൽ ആ ടീച്ചർ അങ്ങ് ഒരടി അടിച്ചിട്ട് പറഞ്ഞു, ഇനി നീ മിണ്ടിയാൽ നിന്നെ ഞാൻ ശരിയാക്കും, ഞാൻ നിന്നെ അടിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഈ കുഞ്ഞ് ടീച്ചറോട് പറഞ്ഞു, എൻ്റെ അമ്മ ഇപ്പൊ തന്നെ വന്ന് പറഞ്ഞില്ലേ ടീച്ചറോട് ഞാൻ ഇങ്ങനെയാണെന്ന്? എൻ്റെ അമ്മ ഇപ്പൊ തന്നെ വന്ന് പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുമെന്ന്? എൻ്റെ അമ്മ ഇപ്പൊ തന്നെ വന്ന് പറഞ്ഞില്ലേ ഞാൻ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുമെന്ന്? അപ്പൊ ടീച്ചർ എന്താ അമ്മയോട് പറഞ്ഞത്? ക്ഷമിക്കാനല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ടീച്ചർ എന്നോട് ക്ഷമിക്കണം. അപ്പൊ നോക്കൂ,
ഒരു കുഞ്ഞ് സ്വയം അമ്മ ഇതൊരു പ്രാവശ്യമല്ല, ഇതിനു മുൻപും വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും ഈ അമ്മ പറഞ്ഞിട്ടുണ്ടാവുക. അതായത് കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് പറയുന്നുവോ അതവൻ നമ്മൾ പോലും അറിയാതെ ശ്രദ്ധിച്ച്, നമ്മൾ എന്ത് ചെയ്യുന്നുവോ ആ കാര്യം അതേപോലെ ശ്രദ്ധിച്ച് കുഞ്ഞ് സ്വയം ഞാൻ അതായി തീരാൻ വേണ്ടി പരിശ്രമിക്കും. സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് നിർദോഷമായിട്ടാണ്. ഒരു ദോഷവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്കൊരു ദോഷം ഉണ്ടാകണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും കുഞ്ഞിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ബോധത്തിലാണോ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ വസ്ത്രം ധരിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ ആചരണവും ഓരോ വാക്കും, അതായത് വാക്കും പ്രവൃത്തിയും നമ്മുടെ വാക്കും പെരുമാറ്റവും കുഞ്ഞുങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നു. ഈ ബോധം ഒരു കുഞ്ഞ് മലർന്നു കിടക്കുന്ന പ്രായം മുതൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യം ഭംഗിയായി ചെയ്താൽ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളോ, അല്ലാതെ ഉപദേശിക്കുകയോ അവരെ നന്നാക്കുകയോ അവരെ നന്നാക്കി എടുത്തിട്ട് ഞാൻ അടങ്ങൂ ഒന്നും വിചാരിക്കണ്ട. മറിച്ച് എന്റെ കർത്തവ്യം കുഞ്ഞുങ്ങളുടെ മുന്നിൽ റോൾ മോഡലാണ്. ഞാൻ അതുകൊണ്ട് എന്റെ വാക്കും പെരുമാറ്റവും എന്റെ പ്രവൃത്തിയും എല്ലാം ഞാൻ മാറ്റി ഒതുക്കി വെക്കും. എന്റെ വസ്ത്രം ഏറ്റവും ഭംഗിയായി വെക്കും. ഞാൻ കഴിക്കുന്നതിൽ, ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ വളരെ ശുദ്ധമായ ഭാഷ ഉപയോഗിച്ച് ഞാൻ സംസാരിക്കും. എന്റെ പെരുമാറ്റം ഏറ്റവും നന്നായിരിക്കും. ഇങ്ങനെ നമുക്ക് നമ്മുടെ മക്കളുടെ മുന്നിൽ ഒരു റോൾ മോഡൽ ആകാൻ പറ്റുമോ? ഇത് ഈ ആശയം കേട്ടാവോ? നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് സാറേ. കറണ്ട് പോയി കേൾക്കുന്നുമില്ല. നെറ്റ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ട്. കേട്ടു. ചില സമയത്ത് ബ്രേക്ക് ആവുന്നുള്ളൂ ചേട്ടാ. അല്ല, ഇതെന്താ അറിയോ, ബ്രേക്ക് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണില്ല. എനിക്കിത് അറിയണമെങ്കിൽ ഞാൻ ആരെങ്കിലും മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ട് നെറ്റ് ഒട്ടും കിട്ടുന്നില്ല. അതാണ് വീഡിയോ ഓഫ് ആയി പോയത്. വീഡിയോ ഓൺ ആയിരുന്നു. ഇവിടെ നല്ല ഇടിയും കാറ്റും മഴയൊക്കെയാണ്. നല്ല ഇടിയും മഴയാണ്, അതാണ്. ചേട്ടാ തുടർന്നോളൂ. അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി പറ്റുന്നവരൊക്കെ. ശരി, ഒരു കാര്യം കൂടിയും പറഞ്ഞ് രാമായണത്തിൽ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചിട്ട് പിന്നീട് ബാക്കി വാക്കുകളിലൂടെ ആവാം, അല്ലെ എന്തെങ്കിലും ചോദിക്കാലോ പറയലോ ആവാം. സാധാരണ ഒരു വീട് എന്ന് പറഞ്ഞാൽ വാക്കുകൾ വിളയുന്ന ഇടമാണ് വീട്. ഇതാണ് നമ്മുടെ സങ്കല്പം. ഒരു വീട്ടിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാ സംസ്കാരവും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകൾ നല്ല വാക്കുകൾ ഓതുന്ന വിദ്യാലയങ്ങളാണ് നമ്മുടെ വീടുകൾ. അവിടെ നല്ല വാക്ക് തന്നെ വേണം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല എല്ലാം കൊടുക്കുന്നുണ്ട്. ആരും അത്ര ക്രൂരന്മാരൊന്നുമല്ല. നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നുണ്ട്, വലിയ കനത്ത ഭാരിച്ച ഫീസ് കൊടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഈ കുഞ്ഞുങ്ങൾ, നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നു, നമ്മൾ സമയം കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നു, അവർക്ക് പണം ചെലവഴിക്കുന്നു, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, ചൂട് കൂടുമ്പോൾ AC ആക്കി കൊടുക്കുന്നു, അവർ ചോദിക്കുന്ന ഭക്ഷണം കൊടുക്കുന്നു, ആഴ്ചയിൽ ഒരിക്കൽ പുറത്ത് കടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ഇന്ന് പൊതുവിൽ ഒരു പാരന്റ്, സാധാരണ ഒരു പാരന്റ് പറയുന്ന ഒരു കാര്യം,
ഞങ്ങൾ എല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തിട്ടും ഞങ്ങൾ പറയുന്നത് ഒന്നും അനുസരിക്കുന്നില്ല, ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല, ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നാണ് പൊതുവിൽ പറയുന്ന ഒരു കാര്യം. ഇതിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഒഴിവുള്ള ഒരു സമയത്ത് ഒന്ന് എഴുതി വെക്കണം. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുന്ന കാര്യത്തിന് നമുക്കൊരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം ഇത്രയേ ഉള്ളൂ: നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നല്ല വസ്ത്രം കിട്ടിയിട്ടില്ല, നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല, നമ്മുടെ ഇഷ്ടത്തിനൊരിടത്ത് നമ്മൾ പോയിട്ടില്ല, നമുക്ക് സൗകര്യങ്ങളില്ല. എത്ര ചൂടുണ്ടെങ്കിലും ഒരു വീശറി, എന്തെങ്കിലും ഒരു പാളയൊക്കെ എടുത്ത് അത് വീശിയൊക്കെ നമ്മൾ ജീവിച്ചു. ഇങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. പക്ഷെ നമുക്ക് ഇന്ന് അത്യാവശ്യം പണമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത് പണം സമ്പാദിക്കുന്നു. ആ പണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു. അതെല്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അവര് എല്ലാവരും സന്തോഷിക്കുന്നത് നമ്മൾ കാണുന്നു. ഇപ്പൊ നമ്മളൊരു കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ നല്ല രീതിയിൽ ധരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു കുഴിമന്തി വേണമെന്ന് പറഞ്ഞ കുട്ടികളൊക്കെ വാശി പിടിച്ചു. നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തു. നമ്മൾ ഒരുമിച്ച് പോയാണ് കൊടുത്തത്. അവരത് കഴിക്കുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഗൂഢമായ ഒരു ആനന്ദമുണ്ട്. നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് നമ്മളൊന്ന് എഴുതണം. ആ എഴുതിയ എല്ലാ കാര്യങ്ങളും ചേർത്ത് അതിൻ്റെ താഴെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. ഈ കൊടുത്തതൊക്കെ മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തതൊക്കെ, ഭൗതിക വസ്തുക്കളാണ് നമ്മൾ കൊടുത്തതൊക്കെ. ഒന്നുകൂടി പറഞ്ഞാൽ അനിത്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. നോക്കൂ, വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു, ഇലക്ട്രോണിക് സൗകര്യങ്ങൾ കൊടുത്തു, വാഹനം വാങ്ങിക്കൊടുത്തു, നമ്മൾ വീട് കൊടുത്തു, നമ്മൾ ഫീസ് കൊടുത്തു, നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കടത്തീറ്റ, ഏറ്റവും നന്നായി കടത്തീറ്റ പഠിപ്പിച്ച് കടത്തീറ്റയും അവർക്ക് കൈമാറി കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെയ്തു, എല്ലാം കൊടുത്തു. ശരി, നമ്മൾ കുട്ടിക്കാലത്ത് ഇതൊന്നും നമുക്ക് കിട്ടിയില്ല എന്നതാണ് നമ്മുടെ ന്യായം. എന്നാൽ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടാത്ത മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് കുട്ടിക്കാലത്ത് രാമായണം നല്ലപോലെ പഠിക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതല്ലേ? മഹാഭാരതം നമുക്ക് പഠിക്കാനോ വായിക്കാനോ നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതല്ലേ, കൊടുക്കേണ്ടതല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ആശ്രമങ്ങളിലോ മഠങ്ങളിലോ തീർത്ഥാടന സ്ഥലങ്ങളിലോ പോകാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് 50% ഭൗതിക വസ്തുക്കളും മെറ്റീരിയലും 50% നൈതികതയും കുഞ്ഞുങ്ങൾക്ക് വേണം. ഈ നൈതികമായ ധാർമ്മികമായ ഈ വാല്യൂസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൈമാറിയോ? ഇത് രണ്ടും കൂടി കൊടുക്കുമ്പോഴല്ലേ നല്ല പാരന്റ് ആവുന്നത്, നല്ല പാരന്റിങ് ആവുന്നത്? അതോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് മാത്രം നമ്മൾ കൊടുക്കുന്നു, ഭൗതികത മാത്രം കൊടുക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആധ്യാത്മികത ആവശ്യമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മികത ആവശ്യമല്ലേ? അപ്പോഴല്ലേ അവനൊരു പൂർണ്ണ വ്യക്തിത്വം ആവുള്ളൂ. ഇത് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടോ? അപ്പോൾ ഭൗതിക വസ്തുക്കൾ എല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ, ആധ്യാത്മികവും നൈതികവുമായ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ അവർ നമ്മളെ അമ്മയായി അച്ഛനായി അവർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന വാല്യൂസ് അവരിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അവർ നമ്മളോട് വളരെ കയർത്ത് സംസാരിക്കും, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പറയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ പ്രശ്നം, കുട്ടികൾക്ക് ഭൗതിക സാഹചര്യം 50% പ്ലസ് 50% നൈതികവും ധാർമ്മികവുമായ കാര്യങ്ങൾ കൂടി നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നമുക്ക് നല്ല മക്കളുണ്ടാകും. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഇത് കുഞ്ഞുങ്ങളല്ല ഇതിന്റെ പ്രശ്നം ഇത് കൊടുക്കേണ്ട അച്ഛനമ്മമാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടോ? ഇതാണ് മൂന്നാമത് പറയാൻ എൻ്റെ മനസ്സിൽ വന്ന കാര്യം. ഈ കാര്യവും കേട്ടു എന്ന് വിചാരിക്കുന്നു, ഇല്ലേ സുരേഷ് ഏട്ടാ? ഓക്കെ. നാലാമത്തെ കാര്യവും അവസാനത്തെ കാര്യവും, ഇത് നമ്മൾ വിചാരിക്കും ഇന്നത്തെ കാലത്തെ മാത്രം പ്രശ്നമല്ല. കാരണം ഓരോ കുഞ്ഞും
അമ്മയുടെയും അച്ഛന്റെയും സ്വഭാവത്തിന്റെ ആകെത്തുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം മൊത്തത്തിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വഭാവത്തിന്റെ ആകെത്തുകയാണ് കുഞ്ഞ്. അതുകൊണ്ട് നമ്മുടെ മാനറിസങ്ങള്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ രീതികളെല്ലാം അവർ കാണിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാം പഠിച്ചും അറിഞ്ഞും ഒന്നും അല്ലല്ലോ നമ്മൾ ഏത് മേഖലയിലും കയറുന്നത്. അപ്പോ നമ്മുടെ കുഞ്ഞിൽ നമ്മുടെ സ്വഭാവത്തിന്റെ വിചിത്രമായ വൈചിത്ര്യമുള്ള സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇല്ലാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം പറയട്ടെ. അത് രാമായണത്തിൽ ദശരഥൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. ഈ രാജാവ്, നമ്മൾ രാമായണം നോക്കിയാൽ നമുക്കറിയാം, ദശരഥൻ ഒറ്റ നോട്ടത്തിൽ നല്ലയാളാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭരണാധികാരിയാണ്. അദ്ദേഹം മക്കളെ പോലെ പ്രജകളെ നോക്കുന്നയാളാണ്. രാജ്യത്തില് ധനം, ധാന്യം എല്ലാം ധാരാളം ഉണ്ട്. വലിയ സൈന്യമുണ്ട്. ഖജനാവിൽ പണമുണ്ട്. കള്ളന്മാരോ കൊള്ളക്കാരോ ഇല്ല. മൊത്തത്തിൽ നോക്കിയാൽ അദ്ദേഹം നല്ല ഒരു രാജാവാണ്. പക്ഷെ അദ്ദേഹം നല്ല അച്ഛനാണോ? നമ്മൾ അതുകൂടി നോക്കിയാലേ നമുക്ക് ഗുണമുള്ളൂ. ദശരഥന്റെ ചില വിചിത്ര സ്വഭാവം നോക്കൂ. ഈ വിചിത്ര സ്വഭാവം തീർച്ചയായും മക്കളിൽ ഉണ്ടാകും. ഇതറിയാനാണ് മഹാഭാരതത്തിൽ വ്യാസൻ തൻ്റെ അമ്മയായ സത്യവതിയുടെ ആഗ്രഹപ്രകാരം അംബാലികയിലും മക്കളെ സൃഷ്ടിക്കുന്ന ഒരു ചരിതം നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇത് കട്ടായി പോണ്ടോ ഏതാ? അംബികയിലും അംബാലികയിലും മക്കളെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത് വ്യാസനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വ്യാസൻ കറുത്തവനാണ്, ഉയരമില്ലാത്തവനാണ്, വികൃതനാണ്, മാത്രമല്ല കാണാൻ ഒരു വൃത്തിയുമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ഉരുണ്ട് ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അപ്പിയറൻസ് തീരെ ഇല്ലാത്ത വ്യക്തിത്വമാണ്. അത്തരം ഒരു വ്യക്തിയെ ഒരു പെൺകുട്ടി ഒരിക്കലും സ്വീകരിക്കില്ല. ഈ ഒരു പ്രശ്നം സ്വാഭാവികമായും അംബികയുടെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷേ തൻ്റെ രാജമാതാവ് പറഞ്ഞു ഒരു തലമുറ വേണം. അതുകൊണ്ട് നിയോഗം വഴി വ്യാസനെ ഈ പെൺകുട്ടി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വീകരിക്കുകയാണ്. പക്ഷെ ഈ രൂപവും ഒരു പ്രത്യേക മണമുള്ള ഈ വ്യക്തിയെ തൻ്റെ അടുത്ത് അവർക്കൊട്ടും സഹിക്കുന്നില്ല. ഏതായാലും അവർ കണ്ണുകൾ അടച്ച് ഈ വ്യക്തിയെ സ്വീകരിച്ചു. നിയോഗം വഴി ഒരു പുത്രനെയും ലഭിച്ചു. ഈ നിയോഗത്തിന് ശേഷം മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് മനസ്സിലാക്കിയാൽ എങ്ങനെയാണ് അമ്മയുടെയും അച്ഛന്റെയും മാനസികമായ സ്വഭാവം കുഞ്ഞുങ്ങളെ ബാധിക്കുക എന്ന് വ്യാസൻ പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ആ മഹാഭാരതത്തെ സുന്ദരമായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തതിൽ വ്യാസൻ പറയുകയാണ്, ആ കുഞ്ഞുണ്ടല്ലോ, അതായത് അംബികയ്ക്ക് വ്യാസനാൽ ആദ്യം ലഭിച്ച കുഞ്ഞിനെ കുറിച്ച് വ്യാസൻ ആ കുഞ്ഞിന്റെ ഗുണഗണങ്ങൾ പറയുന്നുണ്ട്. നാഗായുധ ബലൻ, അവൻ നാഗായുധ ബലനും വിദ്വാനും രാജർഷി സത്തമനുമാകും. 3 ഗുണം പറഞ്ഞു. 4ാമത് പറഞ്ഞു മഹാഭാഗൻ, മഹാവീര്യൻ, മഹാധീമാൻ ജനിക്കുമേ. അത്തരമൊരു വ്യക്തിയാണ് ജനിക്കാൻ പോകുന്നത്. ആ മഹാത്മാവിന് മക്കൾ 100 പേർ ഭവിച്ചിടും. 100 മക്കൾ ആ മഹാത്മാവിന് ജനിക്കും. എന്നാൽ അമ്മയ്ക്കു തെറ്റാൽ, ആ 4ാമത്തെ വരിയാണ് മനസ്സിലാക്കേണ്ടത്, എന്നാൽ അമ്മയ്ക്കെഴും തെറ്റാൽ, അമ്മയ്ക്ക് സംഭവിച്ച തെറ്റുകൊണ്ട് അന്ധനായി തീരും അവൻ. ഇത് കുട്ടി ജനിച്ചതിന് ശേഷം പറഞ്ഞതല്ല വ്യാസൻ. തൻ്റെ മുന്നിൽ തന്നെ സമീപിക്കുന്ന അംബികയുടെ മനോവ്യാപാരം മനസ്സിലാക്കി ആ ഒരു അന്തരീക്ഷത്തിൽ പോലും അമ്മയുടെ മനസ്സിൽ വന്ന വൈകല്യം കുഞ്ഞിനെ ബാധിക്കും. പക്ഷെ വ്യാസന്റെ കുഞ്ഞല്ലേ. ആ വ്യാസൻ ആ കുഞ്ഞിന് കൊടുക്കുന്ന ഗുണഗണങ്ങൾ കൂടി നമ്മൾ 3 വരിയിലൂടെ മനസ്സിലാക്കിയാൽ നമ്മുടെയൊക്കെ എല്ലാ വൈചിത്ര്യങ്ങളും ആകെത്തുകയുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വ്യാസൻ നമ്മളെ സഹായിക്കും. ഇത് തന്നെയാണ് 2ാമത്തെ കുഞ്ഞിനെ കുറിച്ചും പറയുന്നത്. അംബിക തന്റെ ധർമ്മം കഴിഞ്ഞതിന് ശേഷം അംബാലിക 2ാമത്തെ കുഞ്ഞിനെ, മൂത്തത് അന്ധനായി പോയല്ലോ, സ്വാഭാവികമായിട്ടും 2ാമത്തെ കുഞ്ഞ്, നേരത്തെ പറഞ്ഞ ആ വ്യാസൻ ഒരു പ്രത്യേക ആർക്കും ഇഷ്ടമില്ലാത്ത ആ ദുർഗന്ധം വമിക്കുന്ന
ശരീരത്തോട് കൂടിയിട്ടുള്ള ആ വ്യാസനെ, ആ കുറിയ മനുഷ്യനെ, ആ കറുത്തവനെ, ആ ബീഭത്സ ഭാവമുള്ളവനെ സ്വീകരിക്കാൻ പെൺകുട്ടിയും തയ്യാറായപ്പോൾ, വ്യാസനെ കണ്ടപ്പോൾ വിളറിയ ആ പെൺകുട്ടി വ്യാസനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തതും നിയോഗം വഴി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ജന്മം കൊടുത്ത വഴി വ്യാസൻ പറയുന്നുണ്ട്, തിന്നം വിരൂപനായി കണ്ടു നീ പാണ്ഡുവാകയാൽ. നീ എന്നെ കണ്ട് നീ പാണ്ഡു വിളറി വെളുത്ത് ഒരു പ്രത്യേക ഭാവത്തിൽ വിവർണവദനയായി തീർന്നില്ലേ നീ? അതുകൊണ്ട് നീ ചിന്തിച്ചോളൂ, നിർണയൻ നിൻ മകൻ പാണ്ഡുവായി ഭവിച്ചിടും. അതുകൊണ്ട് നിന്റെ മകൻ തീർച്ചയായും പാണ്ഡുവായിരിക്കും. മാത്രമല്ല ഇവന് പേരും അത് തന്നെയാകും. അതുകൊണ്ട് ശുഭാനനെ നീ ഓർത്തുകൊള്ളൂ, നിന്റെ മാനസിക വ്യാപാരം ആ കുഞ്ഞിന്റെ സ്വഭാവമായി മാറും. ഇതാണ് രണ്ടാമത് വ്യാസം പറയുന്നത്. ഇതും കേട്ടാൽ നമുക്ക് മനസ്സിലാകും, അച്ഛന്റെയും അമ്മയുടെയും മാനസിക വ്യാപാരത്തിന്റെ ആകെത്തുകയുടെ പേരാണ് പുത്രൻ. നോക്കൂ, രണ്ടു മക്കൾക്കും വൈകല്യം സംഭവിച്ചപ്പോ മൂന്നാമതും അംബികയെ നിർബന്ധിക്കുകയാണ്, ഒരിക്കൽ കൂടി നല്ല മനസ്സോടുകൂടി ഒന്ന് തയ്യാറാകൂ. അങ്ങനെ എല്ലാം കൊണ്ടും അംബിക തയ്യാറെടുത്തിരിക്കുമ്പോൾ ആ അംബികയ്ക്ക് വ്യാസൻ അടുത്തു വരുമ്പോൾ തന്നെ അവരുടെ ആ തയ്യാറെടുപ്പൊക്കെ ഉടനെ പോയി. അപ്പോൾ അവിടെ വ്യാസമഹിമയറിയുന്ന ഒരു തോഴിയെ ആ കൂട്ടത്തിൽ പിടിച്ച് ഇരുത്തി. ആ തോഴിയിലാണ് പിന്നെ നിയോഗം വഴി ആ തോഴിക്കും പുത്രൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ വ്യാസൻ പറഞ്ഞ വാക്കുകൂടി മഹാഭാരതത്തിൽ നമ്മൾ കേൾക്കണം, നീ ഇനി ദാസിയല്ലടോ. അതായത് വ്യാസനാൽ ഗർഭവതിയായ ആ മനസ്സ് പരിപൂർണമായും പാകപ്പെടുത്തിയ ആ തോഴിയോട് പറഞ്ഞു, നീ ഇനി ദാസിയല്ലടോ, ഇപ്പോൾ നിൻ കുക്ഷിയിൽപ്പെട്ട ഗർഭം ശ്രേയസ്വിയായി ഭവിച്ചിടും. അവൻ ഏറ്റവും ശ്രേയസ്സുള്ളവനായിരിക്കും, ധർമാത്മാവായി തീരുമേറ്റം. അവൻ ധർമാത്മാവായിരിക്കും, അവൻ സമ്മതപ്പെട്ട ബുദ്ധിമാനുമായിരിക്കും. ബുദ്ധിമാനായ ധർമ്മിഷ്ഠനായ ഒരു മകൻ ജനിക്കും. അതാണ് വിതുരനായി ജനിച്ചത്. വിതുരർ ചെയ്ത ആദ്യത്തെ കർത്തവ്യം തോഴിയായ തൻ്റെ അമ്മയെ അടിമത്വത്തിൽ നിന്ന് വിജയിപ്പിച്ച പുത്രനാണ് വിതുരൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അച്ഛന്റെയും അമ്മയുടെയും എല്ലാ സ്വഭാവ വൈചിത്ര്യങ്ങളും ഉള്ളതാണ് മക്കൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു മഹാഭാരതത്തിലെ ഈ 3 വ്യക്തിത്വങ്ങളുടെ മനോഭാവം നമുക്ക് മനസ്സിലാവും. അച്ഛൻ എന്താണോ അമ്മ എന്താണോ അതാണ് മക്കൾ. നോക്കൂ, ഇവിടെ ഇനി ശ്രീരാമനും ദശരഥന്റെ അതേ സ്വഭാവക്കാരനായി തീരും. എന്തൊക്കെയാ ദശരഥന്റെ പ്രശ്നം? 5 മിനിറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, ബാക്കി പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ. ദശരഥൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത നല്ലൊരു അച്ഛനല്ല. 1. അമിതമായ കാമാസക്തി ഉള്ളവനാണ് ദശരഥൻ. 2. 3. തന്റെ കാമാസക്തി അതിര് കടന്നതാകയാൽ അദ്ദേഹം നിലവിലുള്ള ആ വംശത്തെ, സൂര്യവംശത്തിലെ ആ മുഴുവനും കാറ്റിൽ പറത്തി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൈകേയിയെ 3ാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന പരമ്പരയെ മുഴുവൻ അദ്ദേഹം തകർത്ത് കളഞ്ഞു. അദ്ദേഹം ഒറ്റ കാരണമാണ്, സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടും. അതുകൊണ്ട് എന്തു പറഞ്ഞു എന്നറിയുവോ? ആ കൈകേയിയെ വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞു, നിനക്കുണ്ടാകുന്ന പുത്രനെ അയോധ്യയുടെ അധിപനാക്കാം. ഈ ഒരു നിയമം ആ വംശത്തിലില്ലായിരുന്നു. ആ വംശത്തിൽ മൂത്ത ഭാര്യ ആരാണോ അത് കൗസല്യയാണ്. കൗസല്യക്ക് ഉണ്ടാകുന്ന പുത്രനെ മാത്രമേ അയോധ്യയുടെ രാജാവാക്കാവൂ. അതാണ് ഇതുവരെ നടന്നു വന്ന, പൂർവികരായി നടന്നു വന്നിരുന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥയെ കാമലംബടനായ ഒരു രാജാവ് തനിക്ക് തൻ്റെ കാമത്തിനു വേണ്ടി അദ്ദേഹം ആ നിലപാട് തന്നെ മാറ്റിക്കളഞ്ഞു. ഇതാണ് 3ാമത്തെ ദശരഥന്റെ സ്വഭാവം. ദശരഥന്റെ അടുത്ത സ്വഭാവം പറയുന്ന കൗസല്യയാണ്. കൗസല്യ രാമൻ വനവാസത്തിന് പോകുമ്പോൾ രാമനോട് പറഞ്ഞു, ഈ പറഞ്ഞ ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇത് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടവും നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന വാക്കാണ്. കൗസല്യ പറഞ്ഞു, രാമ, എനിക്ക് നിന്റെ അച്ഛനിൽ നിന്ന് ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല. നിന്റെ അച്ഛൻ എന്നെ പരിഗണിച്ചിട്ടില്ല രാമ. ഇന്ന് വരെ ഒരു ഭാര്യയായി കൽപ്പിച്ച് എന്നെ ശുശ്രൂഷിച്ചിട്ടില്ല രാമ. അച്ഛനിൽ നിന്ന് കിട്ടാത്ത എല്ലാ പരിഗണനയും സേവനവും മകനിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മകനായി നീ ജനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ പരിഗണിക്കാൻ എനിക്കൊരാളുണ്ട് എന്ന തോന്നലുണ്ടായിരുന്നു. പക്ഷേ മകൻ തന്നോളം ഒപ്പം എത്തിയപ്പോൾ ആ മകൻ അമ്മയെ വിട്ട് കാട്ടിൽ പോകുമ്പോൾ രാമ,
ഞാനും വരും നിന്റെ കൂടെ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു രംഗമുണ്ട്. ദശരഥന്റെ സ്വഭാവം കൗസല്യയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ? മാത്രമല്ല വാൽമീകി രാമായണത്തിൽ ഒന്നും കൂടി സൂക്ഷ്മമായി നോക്കിയാൽ ദശരഥന് 3 ഭാര്യമാർ മാത്രമല്ല 300 അന്തഃപുര നെറ്റ് പോയിട്ടുണ്ട്. ചേട്ടാ കുഴപ്പമില്ലല്ലോ, ശരിയല്ലേ? നെറ്റ് പോയി. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഇതുവരെ ഉള്ളതൊക്കെ കേട്ടല്ലേ ഏട്ടാ? ചിലതൊക്കെ പോകും. അതിലെ ലാസ്റ്റ് പറഞ്ഞ ഭാഗം ഒന്ന് മിസ്സായിട്ടുണ്ട്. ശരി, ദശരഥൻ 3 ഭാര്യമാർ മാത്രമല്ല 300 അന്തഃപുര സ്ത്രീകളും ദശരഥനുണ്ട്. ഈ ദശരഥന്റെ സ്വഭാവം രാമനുണ്ടാകുമെന്നത് തീർച്ചയാണ്. രാമന് മാത്രമല്ല, ലക്ഷ്മണനുണ്ടാകും, ഭരതനുണ്ടാകും, ശത്രുഘ്നനും ഉണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ രാമൻ നേരിടേണ്ട, രാമൻ ഭാവിയിൽ എന്തായി തീരുമെന്ന കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് ലോകത്തിന്. അച്ഛനൊരു പക്ഷെ ഇത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഗുരുനാഥന്മാര്, ആചാര്യന്മാര് ലോകത്തിന് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മഹത്തുക്കൾ വളരുന്ന തലമുറ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനമ്മമാർ ചിന്തിക്കാത്തത് പോലും ചിന്തിച്ച് ലോകത്തിന് നന്മയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ഗുരുനാഥന്മാരെ, ആചാര്യന്മാരുടെ സംഭാവനയാണ് ഒരു കുഞ്ഞിന്റെ വളർച്ച. കേവലം അച്ഛനമ്മമാർ മാത്രമല്ല, സമൂഹത്തിനും ചില ബാധ്യതകളുണ്ട് ഒരു തലമുറയെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് രാമനിൽ ദശരഥന്റെ വിചിത്ര സ്വഭാവങ്ങൾ ഇല്ലാതിരിക്കണം. ഇതാണ് ഒന്നാമത്തെ അസൈൻമെന്റ്. ഇതാണ് വിശ്വാമിത്രൻ ഏറ്റെടുത്ത കാര്യം. വിശ്വാമിത്രൻ ഏറ്റെടുത്തൊരു കാര്യത്തിൽ രാമനെ രാമനാക്കാനുള്ള ഒരു പരിശ്രമമാണ്. പോരാ, ഇനിയും ചില കാര്യങ്ങൾ കൂടി കേൾക്കണം. 2, അന്നത്തെ കാലത്ത് ക്ഷത്രിയന്മാർ ഏതാണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് രാജാക്കന്മാരെല്ലാം ഏതാണ്ട് വഴിതെറ്റിപ്പോയ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷത്രിയന്മാരുടെ ഇടയിൽ സംഭവിച്ച ഈ വിചിത്രമായ സ്വഭാവം, പ്രത്യേകിച്ച് ഈ സദ്ഗുണ വൈകൃതം, വീര സവർക്കർ ഹിന്ദു സമൂഹത്തിന് ബാധിച്ച രോഗമായി പറഞ്ഞത് ഇതേ കാര്യമാണ്. സദ്ഗുണ വൈകൃതമാണ്. ഒറ്റനോട്ടത്തിൽ ഗുണമാണ്, പക്ഷെ അതൊരു വികൃത സ്വഭാവമാണ്. അതുകൊണ്ട് ഈ ധർമ്മം നശിച്ചു എന്നാണ് സവർക്കർ പറയുന്നത്. നമ്മുടെ ഈ സദ്ഗുണ വൈകൃതം മാറണം. പ്രത്യേകിച്ച് ഈ മതേതരത്വത്തിന്റെ ഒരു പ്രത്യേക മാനിയ പിടിപെട്ടത് കൊണ്ട് നമ്മളൊന്നും മിണ്ടണ്ട, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് സദ്ഗുണ വൈകൃതമാണ്. സ്വന്തം ക്ഷേത്രം തച്ച് തകർക്കുമ്പോഴും ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന് പറയുന്ന ആ ഭീരുവിന്റെ വാക്കില്ലേ, അതൊരു സദ്ഗുണ വൈകൃതമാണ്. നമുക്ക് നാമം ജപിച്ചിരിക്കാം, ഭഗവാൻ തന്നെ നോക്കട്ടെ എന്ന് പറയുന്നത്. ഈ സദ്ഗുണ വൈകൃതം അന്നത്തെ ക്ഷത്രിയന്മാരിൽ ധാരാളം ഉണ്ടായിരുന്നു. അത് രാമനിലും ഉണ്ടായിരുന്നു. എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ താടകാവധത്തിന്റെ സമയത്താണ്. എന്തോ ആവട്ടെ, രണ്ടാമത് രാമനിൽ ക്ഷാത്രവീര്യം വർദ്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. 3, രാമൻ രാജാവാകുമ്പോൾ സ്വാഭാവികമായും രാമനെ അവനൊരു സാമൂഹ്യ വ്യക്തിത്വമാകുമ്പോൾ ചില സമൂഹത്തിലെ സ്ത്രീകളിൽ സംബന്ധിച്ച ചില അപജയങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് തപസ് നഷ്ടപ്പെട്ട സ്ത്രീകൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില കുഴപ്പങ്ങളുണ്ട്. അതും ശരിയാക്കേണ്ട ചുമതല രാമനിലുണ്ട്. പോരാ, രാമൻ അതുല്യ ദേശസ്നേഹിയായിരിക്കണം, രാഷ്ട്രസ്നേഹിയായിരിക്കണം. പോരാ, ഈ പ്രകൃതി, ഇവിടുത്തെ ചെടികൾ, ഇവിടുത്തെ മരങ്ങൾ, ഇവിടുത്തെ പുഴകൾ എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം രാമൻ. അതും പോരാ, സ്വന്തം പാരമ്പര്യത്തിൽ അഭിമാനമുള്ള ദേശഭക്തിയുള്ള വ്യക്തിയായിരിക്കണം അവൻ. അതും പോരാ, ഭാവിയിൽ കരുത്താർജിച്ച് ഈ ഭാരതവർഷത്തിന്റെ ചെങ്കോൽ പിടിക്കേണ്ട കുഞ്ഞായിരിക്കണം അവൻ. നോക്കൂ, നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് ഋഷി സമൂഹവും രാമനെ ആഗ്രഹിച്ച് രാമന് വേണ്ട ഒരു പ്രശിക്ഷണം കൊടുക്കുന്ന ഒരു ഭാഗമാണ്
രാമായണത്തിലെ യാഗ സംരക്ഷണം. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാം. ഇത് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അച്ഛന്റെയും അമ്മയുടെയും സർവ പ്രവൃത്തികളും, വിചാരങ്ങളും വികാരങ്ങളും, ഭക്ഷണവും വസ്ത്രവും, നമ്മൾ ഒരുക്കുന്ന അന്തരീക്ഷവും, വീടിന്റെ ചുറ്റുപാടുകളും നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളെ ബാധിക്കും. ജനന സമയത്തും ബാധിക്കും എന്നത് വ്യാസന്റെ ആ ചരിതം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ അമ്മ പ്ലസ് അച്ഛൻ ഈക്വൽ ടു മക്കൾ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാനുണ്ട്? നമുക്കിനി ചെയ്യാനുള്ളത്, ഭാവിയിൽ അവർ ഒന്നിലും പോയി പെടാതിരിക്കണമെങ്കിൽ, ഭാവിയിൽ അവരുടെ ബുദ്ധി നേർത്തതായിരിക്കാൻ, അവർക്ക് നേർവഴി ഓതാൻ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാകുക. മാത്രമല്ല, വിശ്വാമിത്രനെ പോലെ, വസിഷ്ഠനെ പോലെ നിരവധി എത്രയോ ആചാര്യ വൃന്ദങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ആചാര്യ സവിധങ്ങളിൽ ഇരുന്ന് നമ്മുടെ ധാർമ്മിക ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിച്ച് മക്കളെ പഠിപ്പിക്കുകയും മക്കളെ ഈ മൂല്യങ്ങളിൽ, ആചാരങ്ങളിൽ സ്ഥാപിപ്പിക്കുകയും ഇത്തരം ചില സന്ദർഭങ്ങൾ ഉണ്ടാക്കി മക്കളിൽ ഈ ബോധ്യം, നമ്മൾ ബോധ്യപ്പെട്ട കാര്യം മക്കൾ കൂടി ബോധ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുക. അതാണ് രാമന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എങ്ങനെയാണ് 10 ദിവസം കൊണ്ട് രാമനിൽ വന്നു ചേർന്ന ഈ ഒരു ദൗർബല്യങ്ങളൊക്കെ രാമൻ മാറ്റിയെടുത്തത്? അതൊരു സുന്ദരമായ ഒരു പാരന്റിങ് ആണ്. ആ പാരന്റിങ് നല്ല, ഈ പറഞ്ഞ പോലെ നല്ല റേഞ്ചൊക്കെയുള്ള, നല്ല സൗകര്യമുള്ള ഒരു സമയത്താണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞാലും, ചേട്ടാ റേഞ്ച് പ്രശ്നമാണ് ചേട്ടാ, ക്ലാസ് പറ്റില്ല ചേട്ടാ, ഓഫ്ലൈൻ മാത്രമേ പറ്റുള്ളൂ, ഓൺലൈൻ നടക്കില്ല, അത് വലിയ കഷ്ടമാണ്, കേൾക്കുന്നവരുടെ സമയവും പോവും എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ സ്നേഹത്തോടു കൂടി ചെയ്യോ എന്ന് ചോദിച്ചാൽ നോ പറയാൻ അറിയാത്തത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിലേതെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നമുക്ക് എന്തെങ്കിലും ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, അടുത്ത തലമുറയെ നേർവഴിക്ക് നയിക്കാം. അതിന് നമ്മളിലൂടെ പരിവർത്തനം, ഈ സ്റ്റാർട്ട് വിത്ത് മീ എന്ന് പറയില്ലേ, എന്നിലൂടെ തന്നെയാണ് പരിവർത്തനം പറ്റുക. അല്ലാതെ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ നോക്കരുതേ ദയവ് ചെയ്ത്. അവർ നല്ലവരാണ്. നമുക്ക് എങ്ങനെ അതിനൊരു സംവിധാനത്തെ, അന്തരീക്ഷത്തെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? നമ്മളും നമ്മുടെ മക്കളും എങ്ങനെ നമ്മുടെ ഈ ധാർമ്മികമായ വാല്യൂസ് കൂടി മനസ്സിലാക്കിയും പഠിച്ചും പോകാൻ പറ്റും? അങ്ങനെ ഒരു കാര്യം, 1-2 കാര്യങ്ങളെങ്കിലും മനസ്സിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പറഞ്ഞത്. ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും അത് ക്ഷമിക്കുക. നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. എന്നാലും കേട്ടിരുന്ന ഏതാണ്ട് 274 പേരോ മറ്റോ ഇതിൽ ജോയിൻ ചെയ്തതായിട്ടൊരു സംഖ്യ കണ്ടു. ഏതായാലും ചേർന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ. പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ കൂടുതൽ വികസിപ്പിക്കാൻ പറ്റട്ടെ. അത് സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട രാജേഷ് ജി നമ്മളോടൊപ്പം ഉണ്ട്. രാജേഷ് ജി 2 വാക്ക് പറയും. അതിനുശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, സംശയങ്ങൾക്ക് ഇടയില്ല എങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അതിന് അവസരം തരാം. എന്തായാലും രാജേഷ് ജിയെ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നതിനും ഇതിനെ വിലയിരുത്തുന്നതിനും ക്ഷണിക്കുകയാണ്. രാജേഷ് ജി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ. സതീഷ് വണക്കം. സതീഷിന്റെ ക്ലാസ്സുകൾ എപ്പോഴും സ്വതസിദ്ധമായിട്ട് ഞാൻ ഇഷ്ടം പോലെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നല്ല ക്ലാസ്സാണ്. നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും നമ്മുടെ വൈയക്തിക ജീവിതവും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മനോഹരമായിട്ട് അദ്ദേഹം എപ്പോഴും അവതരിപ്പിക്കും. മുമ്പ് അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ദശരഥന് 3 ഭാര്യമാരും 300 പരം വെപ്പാട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോ ഓരോരുത്തർ വലിയ പ്രോബ്ലമായി. കാരണം ദശരഥൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെയാണ് ഉടച്ചു കളഞ്ഞത് എന്നുമായിട്ടുണ്ട്. അപ്പൊ നമ്മള് എപ്പോഴും പറയാറുണ്ട്, മഹാഭാരതത്തിൽ നിങ്ങൾ അന്ധമായിട്ട് ആരെങ്കിലും ആരാധിക്കുന്നെങ്കിൽ അത് കൃഷ്ണനെ ആരാധിച്ചോളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ആരോപണം കൃഷ്ണനെതിരെയാണ് ഉണ്ടാവുക. നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നും എന്ത് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനും തിരുത്താനുണ്ട്. ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ചത് ഒട്ടും ശരിയല്ല. അത് ശരിയല്ല എന്ന് പറയാൻ കഴിയണം. കാരണം കള്ളച്ചൂതൊന്നും കളിച്ചിട്ടില്ല ശകുനി. കാരണം അതിനേക്കാൾ എക്സ്പേർട്ട് ആയിരുന്നു, യുധിഷ്ഠിരനേക്കാൾ എത്രയോ എക്സ്പേർട്ട് ആയിരുന്നു ശകുനി. അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ തോറ്റുപോയത്. അതുകൊണ്ടാണ് ദുര്യോധനൻ കളിക്കാതെ ശകുനിയെ ഏൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ശ്രീകൃഷ്ണൻ കളിക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഒക്കെ തീരുമായിരുന്നു. പക്ഷെ യുധിഷ്ഠിരൻ കളിച്ചു, തോറ്റുപോയി.
അപ്പൊ യുധിഷ്ഠിരനിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത കാര്യം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അർജുനനോട് ഒരിക്കൽ പറയുന്നുണ്ട്, ജ്യേഷ്ഠനെ അങ്ങേയറ്റം ഇൻസൾട്ട് ചെയ്തപ്പോ ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണ്, അത് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ എന്താണോ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും ഒഴിവാക്കേണ്ടതും ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ഇതിഹാസങ്ങൾ. ഇതിഹാസം ഇവിടെ സംഭവിച്ചതാണ്. ഇപ്പൊ രാമന്റെ കൃഷ്ണന്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് അതിൽ നമ്മുടെ കുടുംബത്തിലെടുക്കാൻ എന്തുണ്ട്. അപ്പൊ വാൽമീകി രാമായണമാണ് OS-ന്റെ പ്രധാന വിഷയം. വാൽമീകി രാമായണത്തിലെ രാമൻ മനുഷ്യനായ രാമനാണ്. അധ്യാത്മ രാമായണത്തിലെ രാമൻ ദേവനായ രാമനാണ്. നമുക്കാരെ കൊണ്ടാ ഉപകാരം? നമുക്കിപ്പോ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് മനുഷ്യനായ രാമനെ കൊണ്ടാണ് നമുക്ക് ഉപകാരം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വ്യത്യസ്തമായ തലങ്ങൾ ഏറ്റവും ആരോഗ്യകരമായി പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിക്കുന്നത് നമ്മുടെ കാര്യകർത്താക്കൾ അറിയുന്ന ടീമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഗ്രഹങ്ങൾ ഉടയൊന്നും വേണ്ട. ഇത് എല്ലാ സാമാന്യ ജനങ്ങളോട് പറയാൻ പറ്റില്ല. ഇപ്പൊ നോക്കൂ, ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് ക്ഷേത്രം അപ്രസക്തമാണ്. ഇപ്പൊ ചിദാനന്ദപുരി സ്വാമി ഒരിക്കലും ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാറില്ല. കാരണം വെള്ളപ്പൊക്കം വന്നിട്ട് കുളവും കക്കൂസ് ടാങ്കും എല്ലാം ഒന്നായി കഴിഞ്ഞാൽ കിണറിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഒരു പ്രസക്തിയുമില്ല. അതുപോലെയാണ് എല്ലായിടത്തും ഈശ്വരനെ കാണുവാൻ കഴിയുന്ന ഒരു തലത്തിലെത്തിയ ആളെ സംബന്ധിച്ച് അതിന് ക്ഷേത്രത്തിന്റെ ആവശ്യം വരുന്നില്ല. അതേസമയത്ത് നാട്ടിലെല്ലായിടത്തും വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് കിണറ്റിലെ വെള്ളമാണ്. അതുപോലെയാണ് ക്ഷേത്രങ്ങൾ. നമുക്ക് ഈശ്വരനെ അറിയുവാനുള്ള ഉപാധികളായിട്ട് ഇതിനെ കാണും. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, നിങ്ങൾ ക്ഷേത്രത്തിൽ ജനിച്ചോ, ക്ഷേത്രത്തിൽ മരിക്കരുത് എന്ന്. പലപ്പോഴും ഭക്തന്മാർ ക്ഷേത്രത്തിൽ കിടന്ന് മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ക്ഷേത്രം, എന്തിനാണ് ക്ഷേത്രം, അത് അറിഞ്ഞതിനെ ഉപേക്ഷിക്കണമെന്നാണ്. ഇപ്പൊ നമ്മുടെ വലിയൊരു തത്വചിന്ത എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാന ഗ്രന്ഥം ഇല്ല എന്നുള്ളതാണ്. അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടൊത്ത മനുഷ്യന്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് ഗ്രന്ഥങ്ങൾ. ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങൾ അപ്രസക്തങ്ങളാണ്. ഇതൊന്നും ഒരു മതക്കാരന് ചിന്തിക്കാനേ കഴിയില്ല, ഒരിക്കലും പറ്റില്ല. കാരണം ഗ്രന്ഥങ്ങൾ അപ്രസക്തങ്ങളാകുന്നത് ജ്ഞാനം പ്രകാശിച്ചാൽ പിന്നെ അവന്റെ മുന്നിൽ ഗ്രന്ഥത്തിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഉയർന്ന ഉന്നതമായ തലത്തിൽ വിരാജിക്കുന്നതാണ് നമ്മുടെ ആദർശ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ. അപ്പൊ അതിനെ ഒരു മണിക്കൂർ സമയം സമഗ്രമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നൽകുകയാണ് OS നൽകിയിരിക്കുന്നത്. എന്തായാലും OS-ന്റെ ധാരാളം ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമുണ്ട്. അത് ഓൺലൈനിൽ അദ്ദേഹത്തിന് വരവ് കുറവാണ്. അപ്പൊ നമുക്ക് ഓഫ്ലൈൻ ക്യാമ്പുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ സമഗ്രമായിട്ട് പഠിക്കാം. OS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെ രാമായണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ഒരുപാട് വേദികളിൽ അദ്ദേഹം ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാകാറുണ്ട്, പല സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. എന്തായാലും വളരെ വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞാൽ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. ചേട്ടന്റെ അടുത്തൊരു വിഷയം രാമനെ എങ്ങനെ രാമനാക്കി വളർത്തി എന്നുള്ള വിഷയത്തിൽ ആകും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ അതിനെക്കുറിച്ച് കേൾക്കാം. കാരണം പ്രത്യേകിച്ച് പ്രബോധയിലെ കൗൺസിലേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചേട്ടൻ സൂചിപ്പിച്ചതനുസരിച്ചിട്ട് ദശരഥനിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ദശരഥനിൽ നിന്ന് രാമൻ ഉണ്ടായിരിക്കാവുന്ന പല ദോഷങ്ങളെയും വിശ്വാമിത്രൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹവാസത്തിലൂടെ എങ്ങനെ മാറ്റിയെടുത്ത് രാമനാക്കി തീർത്തു എന്നത് പ്രബോധകരെ സംബന്ധിച്ച് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കേൾക്കാം. എന്തായാലും ഒരു 5-10 മിനിറ്റ് സമയം സതീശേട്ടനോട് എന്തെങ്കിലും കാര്യമായി സംസാരിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരുന്നു. അൺമ്യൂട്ട് ചെയ്യുന്ന ആളുകൾ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ സംസാരിക്കാതിരിക്കുക. ക്ഷമയോടെ അതിന് അവസരത്തിനായി കാത്തിരിക്കുക. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, സംസാരിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അഡ്വക്കേറ്റ് സോമസുന്ദരൻ, ആനന്ദപുരത്താണ്. വീഡിയോ എന്തോ ഓണാക്കാൻ പറ്റുന്നില്ല, സ്ട്രക്ക് ആയിരിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. വീഡിയോ ഹോസ്റ്റ് ഡിആക്ടിവേറ്റ് ചെയ്യുന്ന കാണിക്കുന്നത്. സോമൻജി സംസാരിക്കാം. അതിനിടയ്ക്ക് ആരോ കയറി, സോറി. വളരെ പ്രസക്തമായ, വളരെ ഹ്രസ്വമായ 2-3 പോയിന്റ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങ് വളരെയധികം വിശദമായിട്ട് സംസാരിക്കേണ്ടി. എന്റെ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ, എന്തോ സ്ട്രക്കായി പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. വീണ്ടും നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നമസ്തേ.
നമസ്തേ സതീഷ് ജി, ഞാൻ ചിത്രയാണ് ബോംബെന്ന്. ഇവിടെ പൻവേലിലേക്ക് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഒരു തവണ പ്രഭാഷണത്തിന്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഇന്ന്. ഇടയ്ക്കൊന്ന് എനിക്കും ഇവിടെ ബ്രേക്ക് ആയിരുന്നു, പക്ഷെ കേട്ടിടത്തോളം എനിക്ക് ഒരുപാടധികം ഇഷ്ടമായി. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഒരുപാട് നന്നായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ഇനിയും കേൾക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. സതീഷ് ജി നമസ്തേ, ഞാൻ പ്രദീപാണ്. നിങ്ങളുടെ ക്ലാസ് കേട്ട് വളരെയധികം ആൾക്കാർ, 300-ൽ പരം ആൾക്കാർ ഇന്നുണ്ടായിരുന്നു എന്നത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. എൻ്റെ സംശയം ഇതാണ്, രാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ താടകാവധത്തിൽ രാമൻ എന്തോ ഒരു പ്രത്യേക സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞായിരുന്നു. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ശരി, പറയട്ടെ. കേൾക്കുന്നെന്ന് വിചാരിക്കുന്നു. താടകാവധം, ശ്രീരാമൻ ഈ കൊടുങ്കാട്ടിലേക്ക് കയറിയ സമയത്ത് ആ കയറുന്ന കാടിനെ കുറിച്ച് വിശ്വാമിത്രനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. രാമൻ പൊതുവിൽ ജിജ്ഞാസുവാണ്, എന്ത് കണ്ടാലും ചോദിക്കും. രാമന്റെ ചോദ്യങ്ങൾ മാത്രം എഴുതിയാൽ ഒരു 60-70 ചോദ്യങ്ങളാണ് വിശ്വാമിത്രനോട് രാമൻ 4 ദിവസം കൊണ്ട് ചോദിച്ചു തീർക്കുന്നത്. ഈ 70 ചോദ്യങ്ങൾക്കും വിശ്വാമിത്രന്റെ ഉത്തരവുണ്ട്. അതിൽ താടക വധത്തിന് കാരണമായ താടക അധിവസിക്കുന്ന കാട്ടിൽ ചെന്ന് ആ കാടിനെ കുറിച്ച് ചോദിക്കുന്ന രാമൻ, എന്താണ് ഈ കാട് ഇങ്ങനെ ഭീകരമായി തോന്നുന്നത്? ഇവിടെ ക്രൂര മൃഗങ്ങളുടെ ഗർജനം മാത്രമേ ഉള്ളൂ, മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നു, ജനവാസമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ താടകയുടെ ചരിതം അത് 1-2 സർഗങ്ങളിലായിട്ട് വാൽമീകി രാമായണത്തിൽ വിവരിക്കുന്നുണ്ട് വിശ്വാമിത്രൻ. അപ്പൊ താടക ആകെ കൂടി പ്രശ്നമാണ് എന്നാണ് ബോധ്യപ്പെടുത്തുന്നത്. ഗ്രാമത്തെ നരകമാക്കി തീർത്തു അവൾ. അതുകൊണ്ട് തന്നെ അവളെ പേടിച്ച് ആർക്കും അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എല്ലാവരെയും ആക്രമിക്കുന്നു, ഋഷിമാരെ കൊല്ലുന്നു, യജ്ഞങ്ങൾ നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള അവൾ സാമൂഹ്യ തിന്മ മാത്രമാണ് ചെയ്യണത്. ഇങ്ങനെ തുടങ്ങി അദ്ദേഹം 11 വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ പ്രവർത്തികളെ പറയുന്നുണ്ട്. ദുർവൃത്തയാണ്, കരാളയാണ്, യജ്ഞവിഘ്നകാരിണിയാണ് എന്നത് തുടങ്ങി ഇങ്ങനെ ഓരോ വാക്കുകളും പറഞ്ഞിട്ട് പറഞ്ഞു, രാമ, അത്തരം ഒരു വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് വേഗത്തിൽ ഉന്മൂലനം ചെയ്ത് ഈ സ്ഥലത്തെ വീണ്ടും പഴയ ഗ്രാമീണമായ പരിശുദ്ധിയുടെ നാടാക്കി മാറ്റണം. ഇവളെ കൊണ്ടാണ് ഈ പ്രശ്നം. കാരണം ഇവൾക്ക് 1000 ആനകളുടെ കഴിവുണ്ട്, ശക്തിയുണ്ട്. അപ്പൊ രാമൻ ഉടനെ തന്നെ പറഞ്ഞു, അങ്ങ് എന്തു പറഞ്ഞാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നെ വിട്ടത്. അതുകൊണ്ട് കൗശിക വചനം അവിശങ്കയാ കർത്തവ്യം, കൗശികന്റെ വാക്ക് ശങ്ക കൂടാതെ ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. വീണ്ടും ഈ താടക വരുന്ന സമയത്ത് രാമൻ, അതുവരെ അവളെ ഞാൻ കൊന്നുകൊള്ളാം എന്ന് പറഞ്ഞ രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ലക്ഷ്മണ കൊല്ലണ്ട, സ്ത്രീയല്ലേ, അതുകൊണ്ട് നമുക്ക് മൂക്കും ചെവിയും അരിഞ്ഞു കളഞ്ഞു വിടാം. ഉടനെ തന്നെ വിശ്വാമിത്രന് വലിയ അത്ഭുതമില്ല, ഞെട്ടലില്ല. കാരണം നമുക്ക് നമ്മുടെ സ്വഭാവം അറിയുന്നത് പോലെ, നമ്മുടെ മക്കളുടെ സ്വഭാവം അറിയുന്നത് പോലെ, നമ്മൾ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു സഞ്ചിത സംസ്കാരമുള്ളതുപോലെ രാമനെ ഇത്രയൊക്കെ ഉപദേശിച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ടും പേടിപ്പിച്ചു വിടാം എന്നാണ് പുള്ളിയുടെ പക്ഷം. ഇങ്ങനെയാണ് സ്വഭാവമെങ്കിൽ അപ്പോ വിശ്വാമിത്രൻ ഞെട്ടലില്ല. കാരണം വിശ്വാമിത്രൻ ശരിക്കും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് രാമനിൽ. അതുകൊണ്ട് നാളെ രാജ്യം ഭരിക്കുമ്പോൾ സ്ത്രീ പുരുഷൻ എന്നൊക്കെ ഭേദമില്ലാതെ സമൂഹ തിന്മ ചെയ്യുന്നവരെ വേണ്ടവരെ വകവരുത്തണം, വേണ്ടവരെ തിരുത്തണം, കൊല്ലണം. അതുകൊണ്ട് പ്രജാപരിപാലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത, മാത്രമല്ല സ്ത്രീവധം ചെയ്യേണ്ട ചില സമയങ്ങള്, ഇങ്ങനെ തുടങ്ങി വീണ്ടും ഉപദേശമാണ്. അപ്പൊ രാമൻ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന് അറിഞ്ഞ് രാമന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് അന്നത്തെ കാലത്തെ ക്ഷത്രിയന്മാർക്ക് ഇത്തരത്തിലുള്ള ചില സദ്ഗുണ വൈകൃതങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞ് ദേവേന്ദ്രന്റെ, വിഷ്ണുവിന്റെ ഒക്കെ ചരിതങ്ങൾ സൂചിപ്പിച്ച് രാമനെ വീണ്ടും ബുദ്ധനാക്കി. ആ രാമന്റെ ഉള്ളിൽ ഒരു ക്ഷാത്രവീര്യം നിറയ്ക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ രാമൻ അറച്ചു നിൽക്കുന്ന സമയത്ത് രാമന് വീണ്ടും ആ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ച് ആചാരേ സ്ഥാപയതി, ആ ആചരണത്തിൽ, ക്ഷത്രിയാചരണത്തിൽ രാജാവിനെ, രാമനെ സ്ഥാപിപ്പിക്കുന്ന ഒരു കർത്തവ്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് രാമൻ അവിടെ ശങ്കിച്ചു നിന്നെങ്കിലും രാമനിൽ
ആ ഒരു പ്രശ്നത്തെ വേരോടെ പിഴുതെടുത്ത് രാമനിൽ ഒരു വേണ്ട ആവശ്യമുള്ള സ്വഭാവം വിശ്വാമിത്രൻ ഉണ്ടാക്കുന്ന ഒരു ട്രെയിനിങ്. അതാണ് അവിടെ സൂചിപ്പിച്ച ഭാഗത്തെ ചുരുക്കി പറഞ്ഞാൽ. കാരണം ഇതൊരു ഏതാണ്ട് 1 മണിക്കൂറൊക്കെ പറയേണ്ട ഒരു വിഷയമാണ്. ഇത് ചുരുക്കി പറഞ്ഞതിൽ നിന്ന് അതിന്റെ മർമ്മം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. നമസ്തേ ഓക്കെ സതീഷ് ജി ജി. ഓക്കെ ജി. എൻ്റെ ഉള്ളിലുള്ള ഒരു സംശയമാണ്. ഇപ്പൊ നമ്മള് കുട്ടികളെ രാമായണം പഠിപ്പിക്കുമ്പോൾ അധ്യാത്മരാമായണം ആണ് പഠിപ്പിക്കണത്. അവിടെ അപ്പൊ നമ്മള് കുട്ടികളില് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്, മാനുഷാനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസമായ തമസംവൃതമാകും. ഇത് ഇങ്ങനെ വീണ്ടും വീണ്ടും അവരില് രാമൻ ഈശ്വരനാണ് ഇത് തന്നെയാണ്. അപ്പൊ ഒരേ സമയം വാൽമീകി രാമായണത്തിന് അങ്ങനെയല്ലേനെ. ഇത് നമ്മൾ കൂടുതൽ അരക്കെട്ട് അവരില് ഭഗവാനാണ് ഈശ്വരനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? അതൊന്ന് എങ്ങനെ രാമനെ കുട്ടികൾക്ക് അവതരിപ്പിക്കണം, പഠിപ്പിക്കണത് അധ്യാത്മരാമായണാണ്. അതൊന്ന് ക്ലിയർ ആക്കി തന്നാൽ നന്നായിരുന്നു. ഇങ്ങനെ രാമനെ അവതരിപ്പിക്കണം കുട്ടികളുടെ മുമ്പിൽ. ശരി. അല്ല, പൂർണ്ണമായും ഇപ്പൊ അവിടെ പറഞ്ഞതൊക്കെ ശരിയാണ്, അതിലൊരു തെറ്റുമില്ല. രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെ. രാമനിൽ ദൈവീകമായ ധാരാളം ഗുണഗണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ ദൈവീകം എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ കാലത്ത് അതിനെ വാല്യൂസ് എന്ന് നമ്മൾ എടുക്കണം. രാമനിലുള്ള ഗുണങ്ങൾ ദൈവീക ഗുണങ്ങളാണ്. നമ്മൾ ഭഗവത്ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിൽ ദൈവിക ഗുണങ്ങൾ 26 എണ്ണം പറയുന്നു. ഈ 26 ഗുണങ്ങളും ഉള്ളതാണ് ദേവൻ. പക്ഷേ ദേവനായി തീരുമ്പോ ആ ഗുണങ്ങൾ നമുക്ക് പറ്റുന്നതല്ല, അവർക്ക് പറ്റുന്നതല്ലേ. അതുകൊണ്ട് നമുക്ക് പാവങ്ങൾ, നമ്മളൊക്കെ അതൊക്കെ ചെയ്തു പോയാൽ മതി എന്നൊരു തോന്നൽ കുഞ്ഞുങ്ങളിൽ ഇല്ലാതിരിക്കാനാണ് നമ്മള് രാമനെ മാനുഷഭാവത്തിൽ അവതരിപ്പിക്കുകയാണ് വാൽമീകി. അതിന്റെ അർത്ഥം രാമന് ദൈവികത ഇല്ല എന്നല്ല. രാമന്റെ ദൈവിക ഭാവം കാണിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ വാൽമീകി രാമായണത്തിലുണ്ട്. പക്ഷെ മാനുഷരായ നമുക്ക് എപ്പോഴും മാതൃക മനുഷ്യനാണ്. അതുകൊണ്ടാണ് വാൽമീകി സ്വന്തം ജീവചരിത്രം എഴുതാതിരുന്നത്. സ്വന്തം ജീവചരിത്രം എഴുതിയിരുന്നെങ്കിൽ തപസ് ചെയ്യൂ, ധ്യാനം ചെയ്യൂ, സ്വാധ്യായം ചെയ്യൂ, സാധന ചെയ്യൂ എന്നാണ് വാൽമീകി പറയാൻ പറ്റുള്ളൂ. അപ്പോ സാധാരണക്കാരന് ഗൃഹസ്ഥൻ തന്നെ വേണം. അപ്പൊ ഗൃഹസ്ഥനായ രാമൻ, ഗൃഹസ്ഥാചരണത്തിന്റെ വിഷമങ്ങൾ അറിയുന്ന രാമൻ, കുട്ടിക്കാലത്ത് തൻ്റെ മടി അലസതയൊക്കെ മാറ്റി ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാക്കുന്ന രാമൻ. അപ്പോൾ ആ രാമൻ അവസാനം നരൻ നാരായണനാവുകയാണ്. അപ്പൊ ഒരു നരന്റെ ഉള്ളിൽ നാരായണത്വം ഉണ്ടാക്കുന്നത് വാല്യൂസ് ആണ്. ഈ വാല്യൂസ്, അത് എല്ലാ വാല്യൂസും വേണം. വ്യക്തി വേണം, സാമാജികം വേണം, രാഷ്ട്രം വേണം. ഈ വാല്യൂസ് ആകെ നിറയുമ്പോൾ സാക്ഷാൽ നാരായണനായ രാമൻ ഉണ്ടാവും. അപ്പൊ രാമന്റെ നാരായണത്വത്തിൽ എത്താൻ വേണ്ടി രാമൻ ചെയ്ത ഓരോ പ്രവൃത്തികളും, മാതൃസ്നേഹം, പിതൃസ്നേഹം, സഹോദര സ്നേഹം, രാഷ്ട്രസ്നേഹം, സഹജീവികളോടുള്ള സ്നേഹം, കാരുണ്യം, ദയ, ഇങ്ങനെയുള്ള വാല്യൂസ് കുഞ്ഞുങ്ങളെ രാമന്റെ ജീവിതത്തിലൂടെ ചില സംഭവങ്ങൾ പഠിപ്പിച്ച് അവസാനം ഈ വാല്യൂസ് എല്ലാം ചേർന്നാൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ നാരായണ ഭാവമുള്ള രാമനായി എന്ന് പഠിപ്പിക്കുന്നതാണ് നന്നാവുക. അപ്പൊ ആദ്യം ചെറു ചെറു കഥകളിലൂടെ രാമന്റെ ഒരു കഥ പറയുമ്പോൾ ആ വാല്യൂസ് 2-3 അതിലുണ്ടാവും. ഹനുമാനോടുള്ള സമീപനം, സുഗ്രീവനോടുള്ള സമീപനം, ഇങ്ങനെ ഓരോ അച്ഛനോട്, അമ്മയോട്, പ്രജകളോട്. പ്രജകൾ പറയുന്ന ഒരു വാക്കുണ്ട്. രാമൻ നമ്മളെ കണ്ടാൽ നമ്മുടെ പേര് വിളിച്ച് നമ്മുടെ വീട്ടിലെ ഓരോരുത്തരുടെ സുഖ അന്വേഷണങ്ങളൊക്കെ ചോദിക്കും. പശുക്കൾക്ക് സുഖല്ലേ, പശുക്കിടാവിന് സുഖല്ലേ, മരുന്ന് കഴിക്കണില്ലേ, ആരോഗ്യം സംരക്ഷിക്കണില്ലേ. ഇത് രാമന്റെ ഗുണമാണ്. അപ്പൊ ഒരാളെ കാണുമ്പോൾ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിപ്പിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. ഓക്കെ, ശ്രമിക്കാറുണ്ട് എന്തായാലും ആ രീതിയിൽ. താങ്ക് യു. എന്തായാലും എനിക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഒരേ സമയം ഈ ഭഗവാനാണെന്ന് പഠിപ്പിക്കാൻ, അതേസമയം അധ്യാത്മരാമായണത്തില് ഒരു മനുഷ്യനായിട്ടാണ്. അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒക്കെ എന്തായാലും ക്ലിയർ ആയി. नमस्ते जी. नमस्ते राजेश जी. നമസ്തേ. ചോദിച്ചോളൂ.
ഞാൻ സനിൽകുമാർ, കോന്നി ഐരോൺ പ്രദേശത്ത് നിന്നും. താങ്കളുടെ അതിമനോഹരമായ ആനന്ദ നിർവൃതിയിലാഴ്ത്തുന്ന പ്രഭാഷണം മുഴുവൻ കേൾക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല യാദൃച്ഛികവശാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 5:35 വൈഭവ്, എന്തുകൊണ്ടോ യാദൃച്ഛികവശാല് വൈഭവ് കോർഡിനേറ്റേഴ്സിന്റെ സംഘാടകര് 5:35 താങ്കളുടെ നോട്ടിഫിക്കേഷൻ ഇട്ടത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ഓട്ടത്തില് ഇത് 1-2 ദിവസം മുമ്പ് ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് തുടങ്ങുന്നു എന്ന് മുൻപേ കൂട്ടി അറിയിച്ചാൽ നമ്മളെപ്പോലുള്ളവർ കുഞ്ഞുങ്ങളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും ആ സമയം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത്, ഇന്ന് പഠിത്തവും കാര്യങ്ങളൊക്കെ ഒത്തിരി കാഴ്ചയാണല്ലോ, ബിസി ഷെഡ്യൂളാണ്. കുഞ്ഞുങ്ങൾക്ക് പഠനം അവർ പഠിപ്പിച്ച് തീർക്കുന്ന ക്ലാസ്സുകൾ പഠിച്ചു തീർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, സംഘാടകര് മുമ്പേ കൂട്ടി അറിയിച്ചാൽ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ കൂട്ടി ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ആനന്ദ നിർവൃതിയേകുന്ന ഗംഭീരമായിട്ടുള്ള ആത്മീയതയിലൂന്നിയുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ എല്ലാവർക്കും സാഹചര്യം ഒരുക്കും. ഇത്ര പെട്ടെന്ന് 5:35 നോട്ടിഫിക്കേഷൻ. ഞാനിപ്പോ ജസ്റ്റ് വന്ന് ഗ്രൂപ്പ് ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ടത് ഇതുപോലൊരു പ്രഭാഷണമുണ്ട് രാജേഷ് ജിയുടെ. അപ്പൊ യാദൃശ്ചികവശാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അവരെ ഒന്ന് സെറ്റ് ചെയ്യാൻ സാഹചര്യം കിട്ടത്തില്ല മാതാപിതാക്കന്മാർക്ക്. അതുകൊണ്ട് 1-2 ദിവസം മുമ്പ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ വളരെ നന്നായിരുന്നു. അഭിവന്ദ്യനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ രാജേഷ് നാദാപുരം ജിയും ഇതിനു വേണ്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ട കാര്യങ്ങളും ഏറ്റെടുക്കുമെന്ന് താല്പര്യപ്പെടുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, പക്ഷെ മൊത്തം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതിനകത്ത് വിഷമമുണ്ട് രാജേഷ് ജി. താങ്ക് യു, നമസ്തേ. നമസ്കാരം സുനിൽജി. ഇത് രാജേഷ് ജി അല്ല നടത്തുന്നത്, ശ്രീ OS സതീശനാണ്. സനാതന പാഠശാലയുടെ പ്രബോധയ്ക്ക് വേണ്ടി ആഴ്ചയിൽ മാസത്തിലൊരിക്കൽ നടത്തുന്ന ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത്. മറ്റ് വൈഭവം കുട്ടികൾ കൂടി കേൾക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് വൈകുന്നേരത്ത് ഇട്ടത്. ഇനി അത് തന്നെ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൂടെ ലഭിക്കുകയും ചെയ്യും. കാരണം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കയറുന്ന ആളുകൾക്ക് പരിമിതികളുണ്ട്. അപ്പൊ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇതിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് എല്ലാ ഗ്രൂപ്പിലൂടെയും ലഭിക്കുന്നതായിരിക്കും. പ്രബോധ എന്ന് പറയുന്ന കൗൺസിലിംഗ് ടീമിന്റെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ ലിങ്ക് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും ഇതിന്റെ റെക്കോർഡിൽ എല്ലാവർക്കും കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതെ സാർ, ലൈവായിട്ട് കിട്ടുന്ന ഒരു നിർവൃതി നമുക്ക് വോയിസിലൂടെ കിട്ടത്തില്ല, റെക്കോർഡ്സിലൂടെ. ഇതുപോലുള്ള ക്ലാസ്സുകളിൽ ഒരു 2 ദിവസം മുമ്പ് നമ്മളെ നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ നമ്മളൊന്ന് പ്ലാനായിട്ടിരുന്ന് കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളെയൊക്കെ ഒന്നിച്ചിരുന്നൊന്ന് കേൾക്കാനുള്ള ഒരു സുഖം അത് വേറെ അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പരിഗണിക്കാം. ഗിരീഷേട്ടൻ, നമ്മുടെ ക്ലാസ് ഏകദേശം അവസാനിപ്പിക്കാം. ഗിരീഷേട്ടൻ അതിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും. നമസ്തേ. നമസ്തേ, പറഞ്ഞു. ഓക്കെ, തിരക്കില്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഞാന് എല്ലാം കേട്ടു. OS സതീഷ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഏകദേശം 280-300 ആളുകൾ കയറിയിരുന്നു. നമ്മള് ശരിക്കും നമ്മുടെ പ്രബോധ ടീമിന് വേണ്ടിയുള്ള ക്ലാസ് ആയിരുന്നു സുരേഷ് പ്ലാൻ ചെയ്തത്. പക്ഷെ സുരേഷ് പറഞ്ഞ പോലെ നല്ല ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കൊടുക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മുടെ വൈഭവം കുട്ടികൾക്ക് കൂടി ഇട്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നത്. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സുകൾ നമ്മൾ പരിഗണിക്കാം. ഒരുപാട് സന്തോഷം. OS ജി, അത്രേ ഉള്ളൂ. സുരേഷ്, പ്രത്യേകിച്ചൊന്നുമില്ല. അവസാനിപ്പിക്കുകയാണോ? ഓക്കെ, നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, എന്തായാലും ഹലോ സംസാരിച്ചോളൂ. ഓക്കെ, 10 മണിയാവാനായി. തീർച്ചയായിട്ടും OS ജി നമ്മുടെ കൂടെ ഉണ്ട്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മുടെ സംശയങ്ങളൊക്കെ തീർക്കാം. ഭാവി ക്ലാസ്സുകൾ വരുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എന്നറിയാം. പക്ഷെ ഏതായാലും നമ്മൾ അടുത്ത രാമായണ മാസത്തില്, കർക്കിടക മാസത്തിൽ നമ്മൾ 14 ജില്ലകളും നമ്മുടെ രാമായണ പ്രോഗ്രാമുകൾ വരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ടീച്ചേഴ്സ് ഒരു ഇതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും സംശയങ്ങൾ ഉണ്ടാവും എന്നറിയാം. തീർച്ചയായിട്ടും OS ജി അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ 1.5 മണിക്കൂറോളമായി ഒന്നിച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ മക്കൾക്ക് മാതൃകയാകേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് OS ജി പറഞ്ഞു. നമ്മളെപ്പോഴും നമ്മൾ മാതൃകയായിട്ടാണ് മക്കളെ വളർത്തേണ്ടത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ മക്കൾ പോകുന്നത്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഏതായാലും ഇന്നത്തെ ക്ലാസ് നയിച്ച OSTക്ക് എല്ലാവിധ നന്ദിയും പാഠശാലയുടെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ അധ്യാപകനും സംയോജകനുമായിട്ടുള്ള രാജേഷിക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രബോധയുടെ ഈ ക്ലാസ്സുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള സുരേഷ്, അതുപോലെ പാഠശാലയുടെ മുഴുവൻ അംഗങ്ങൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നുണ്ട്. ഒരു ശാന്തി മന്ത്രത്തോടും കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ചൊല്ലുന്നതിന് മുൻപേ ഈ വരുന്ന ശനിയാഴ്ച രാത്രി 8 മണിക്ക് രാജേഷിയുടെ ഒരു ക്ലാസ് ഉണ്ട്. ഭഗവത്ഗീതയെ സംബന്ധിച്ചാണ്. ഗീതാമൃതം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. 100 ദിവസം കൊണ്ട് ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവരെയും അറിവിലേക്കാണ്. അത് ഗ്രൂപ്പുകളിലൂടെയൊക്കെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 8 മണിക്കാണ്. യൂട്യൂബിലൂടെ ലൈവാണ്. അതോടൊപ്പം തന്നെ പ്രബോധയിലെ ആളുകൾക്ക് അത് നേരിട്ട് ഗൂഗിൾ മീറ്റ് വഴിയും, ബാക്കി എല്ലാ ആളുകൾക്കും യൂട്യൂബ് ലൈവ് ആയിട്ടാണ്. കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ ആളുകളെ നമുക്ക് കയറിയതിന് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കുകയും കൂടി വേണം. കുറച്ച് ആളുകൾ മാത്രമേ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും യൂട്യൂബിലൂടെ ലൈവ് നമുക്ക് കാണാൻ സാധിക്കും. ഈ വരുന്ന ശനിയാഴ്ചയാണ്. ഗീതാമൃതമാണെന്നാണ് ഇന്ന് പേര് കൊടുത്തിരിക്കുന്നത്. 100 ക്ലാസ്സുകൾ, 700 ശ്ലോകങ്ങൾ, ഒരു ദിവസം 7 ശ്ലോകം എന്ന രൂപത്തിൽ രാജേഷിയുടെ ഒരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ്. അതുകൂടി അറിയിക്കുകയാണ് എല്ലാവരെയും. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുകയും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കും. ഓക്കെ, നമസ്തേ ജി, നമസ്തേ. ഇത്രയും നല്ലൊരു പ്രഭാഷണം ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നമസ്തേ. വളരെ സന്തോഷം. പാൽപ്പായസം കൂട്ടി ഉണ്ട് ഒരു അനുഭൂതി. നമസ്തേ. ഗിരീഷ് മംഗളം ചൊല്ലിയിട്ട് നോക്ക്. ഓക്കെ. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ഭവേത്. ഓം